بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. صدق الله العظيم. وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين والشاكرين. والحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا سيد السند غوثي ويا مددي كلي ظهيرا على الأعداء بالمدد. مجير حرلي وخذ بيدي مدى مددي. خليفة الله فينا محي الدين. يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. برستا نہیں دیکھ کر ابر رحمت بدوں پر بھی برسا دے برسانے والے. میں مجرم ہوں آقا مجھے ساتھ لے لو کہ رستے میں ہی جا بجانے والے. حرم کی زمین اور قدم رکھ کے چلنا. ارے سر کا موقع ہے او جانے والے. تو زندہ ہے واللہ تو زندہ ہے واللہ میرے جشن عالم سے چھپ جانے والے. چمک تجھ سے پاتے ہیں سب پانے والے. میرا دل بھی چمکا دے چمکانے والے. ബഹുമാനവും ആദരവുമുള്ള ഈ റായത്തെ ഖതീബ് ഉസ്താദ് അടക്കമുള്ള തൗസീഫ് സഅദി ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങളെ, ജമാഅത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷ സഹിതമുള്ള ഈ റായത്തെ ഹിരിയങ്ങളെ, ബാലക്കാരെ, പെണ്ണുങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ,
ബൈത്താർ ചെള്ള ഈ ചരിത്ര പ്രസിദ്ധമായ ഇതിഹാസ പ്രസിദ്ധമായ ഈ റായത്തില് സാധാരണ വർഷത്ത് കുറക്ക ഇങ്ങനെ നടത്തിയോണ്ട് പണ്ടങ്ങനത്തെ താജുൽ ഉലമ സംസ്മരണയും സ്വലാത്ത് വാർഷികത്തെ വലിയ ബറകത്താക്കപ്പെട്ട ഈ മജ്ലിസ് ഇന്നലെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ AP ഉസ്താദരെ ഐതിഹാസികമായ കേരള യാത്ര തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമ്പോൾ ആ ടൈമിലായിട്ട് തോസീഫ് സാജി ഉസ്താദ് ഫോണാക്കിയിട്ട് ഇണ്ടത്തെ വിഷയിച്ചല്ലേ അപ്പ 6 ಬಂದು ಬರೋಗಿಂತ ಎಂದರೇಂಟನ್ನು ಕೇട്ടിട്ടില്ല ಕಾರಣ ನಂಗೆ എപ്പോഴും ഇൽമു പഠിച്ചൽ പിന്നെ 6 എപ്പ ഇൽമു ചെല്ലു തുടങ്ങുമ്പോഴായിട്ട് വിളിക്കിടാറ ടൈം ഇന്നിങ്ങനെ ഞങ്ങൾ പോയി കൊടുക്കണം ചെന്ന് കൊടുക്കണം അത് ഞങ്ങളുടെ കടപ്പാട് അത് പിന്നെ 1 നാൾ 3 നാൾ വിളിച്ചെങ്കിൽ 2 നാൾ വിളിച്ചെങ്കിൽ അത് നോക്കണ അകത്തിയില്ല ഞങ്ങൾ ഉസ്താദന്മാർ ഞങ്ങൾക്ക് അതായിട്ട് പഠിപ്പാട് എപ്പോ എവിടെ വിളിച്ചെങ്കും എങ്ങനെ വിളിച്ചെങ്കും ഞങ്ങൾ പഠിച്ച ഇൽമു കേക്ക് ഒരു ആളമാരെ കിട്ടാറാ അത് ചെന്നു കൊടുക്കുള്ളൊരു തൗഫീഖും ഒരു അവസരവും കിട്ടാ ഫ്രീ എന്നെങ്കിൽ ഞങ്ങൾ പോയി കൊടുക്ക ചെന്ന് കൊടുക്ക അത് വലിയ നിഅമത്ത് റബ്ബിന്റെ മുട്ടയ്ക്ക് ഞങ്ങൾ എപ്പോഴും അതേ ഫീൽഡിലുള്ള യാറേക്കടെ ഉത്തര കർണാടകത്തെ ആ പ്രദേശത്തിൽ എവിടെ ആൾമാരെങ്ങനെ കിട്ടാറ കാത്തോണ്ടിക്കട നിസ്കാരത്തെ വിഷയവും നോമ്പടി വിഷയിച്ചുള്ളത് പേനായിട്ട് ഉടനെ പോലെ സ്റ്റേജ് കിട്ടുന്ന അകത്തില്ല കിട്ടിയ കട്ടിടം എഴുതിച്ചിട്ട് എപ്പോഴും പ്രസംഗം വാലേ അപ്പൊ ഇത്ര വലിയ സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു നല്ല ആലിമീങ്ങളെല്ലാം വിളിച്ചിട്ടിരിക്കുമ്പോ അങ്ങ് അനിവാര്യമായ കാരണത്തിൽ ബറാണ്ട തേക്കുമ്പോ ഞങ്ങൾക്ക് ഫ്രീ എന്ന ടൈം ആയെങ്കിൽ വന്നു കൊടുക്കുന്നത് ഞങ്ങളെ കിടപ്പാടായതുകൊണ്ട് 6 ഭരണമായത് എന്തൊരു കാരണമായെന്നും കേൾക്കാണ്ട് എന്തെങ്കിലും എമർജൻസി ആയിട്ട് അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് എത്താണ്ട് ചെന്നിട്ട് അവിടെ പുട്ട ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എങ്ങനെ ലൊക്കേഷനിലിട്ട് നോക്കുമ്പോൾ 10-10:30 ഗണ്ട എത്ര കണ്ണോണ്ടി എന്ത് പേടിച്ചു അൽഹംദുലില്ലാഹ് എങ്ങനെയും ടൈമിಗೆ അല്ലാഹു തൗഫീഖ് തന്ന ഖൈറായത് ചെല്ലുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ എതിർത്ത സീറ്റുള്ള കാലി വെക്കാണ്ട് എതിർ ടിക്കറ്റ് വലിയ ഖൈർ കൂലിയുള്ള യാറെ കിട്ടെങ്കിൽ അത് നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സ്വഹാബത്തരുടെ എപ്പോഴും അങ്ങനെ ചെന്നോണ്ടി നിങ്ങൾ 3 വന്ന് തേക്കൂറ് ഏത് വിഷയത്തിലും മജ്ലിസിലല്ല ഇസ്ലാം വലിയ ശിസ്തുകു മഹത്വ കൊടുത്തങ്ങനത്തെ ദീന് നിങ്ങൾ ലൈവല്ല വെച്ചിടാറ് അങ്ങനെ അപ്പുറത്തിരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പെറോത്തിലൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയല്ല നിങ്ങളെ വിലയിരുത്തുക അപ്പ ഈ മജ്ലിസിൽ 3 വന്ന് തേക്കോണായതും ഇതിൽ എന്തെങ്കിലും ഇൽമു കിട്ടാ കേട്ടിട്ട് പഠിക്കണായതും അത് നിങ്ങായിട്ട് ബൈത്താറങ്ങ 3-4 നാൾ വലിയ കടത്തിൽ വാളാക്കിടാറ് ഫുള്ള് ലൈറ്റിംഗ്സ് ഇട്ടാറ് ഗംഭീരാക്കിടാറുണ്ട് ലോകത്ത് പാടുകയായിട്ടല്ല ഈ മജ്ലിസ് ആലിമീങ്ങ ഉസ്താദുമാർ മുതഅല്ലിമീങ്ങ അങ്ങനെയുള്ള കുട്ടിയോണ്ട് വന്നിട്ട് എന്തെങ്കിലും ഖുർആനും ഹദീസും റബ്ബുടെ ദീനും പഠിപ്പാട്ടിയങ്ങനത്തെ നല്ല കാര്യങ്ങ ആൾമാർ ഇങ്ങനെ ഉണർത്തിയോണ്ടിക്കോണം ಅದಕ್ಕೆ ಬೇನಾയിട്ട് കിട കമ്മിറ്റി അല്ല ഇതെല്ലാം ആക്കിക്കൊണ്ടല്ലേ പണ്ട് 2 തിങ്കളും 40 നാളും 3 തിങ്കളും ഇങ്ങനെയുള്ള അപ്പ അതല്ല കേൾക്കുക ആൾമാർ കുറുടിയായപ്പ 10 നാളും 15 നാളും ചുരുങ്ങിത്ത് ഇപ്പൊ 2-3-4 നാളല്ല ബാക്കിയുണ്ട് അല്ലാഹു തആല ഖൈറായത് കുറയാക്കുക നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ വലിയ ഇതിഹാസ പ്രസിദ്ധമായ ഒരു മഹല്ല് ഇതിന് മുന്നോലും ഒരു 5-6 വർഷം മുന്നോല ഇതേ മജ്ലിസിൽ ഞാൻ വന്നിട്ടുണ്ട്
കുറെ ഹിരിയങ്ങളും കുറെ ബലബലിയ മഹാന്മാരെ പാദസ്പർശ കൊണ്ട് അനുഗ്രഹീതമായ ഒരു മഹൽ. താജുൽ ഉലമ പോലെയുള്ള ഇതിഹാസ പ്രസിദ്ധരായ ഈ പ്രദേശകന്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സയ്യിദും ആലിമും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നങ്ങനത്തെ ഒരു മഹല്ല് ചെല്ലതേ ഈ മഹല്ലുടെ ഏറ്റവും വലിയ ഹിരിമ. ഇണ്ട് താജുൽ ഉലമനങ്ങളൊട്ടില്ലെങ്കിലും മഹാന്റെ നോട്ടവും മഹാന്റെ മദതും ഏത് ടൈമും നമുക്ക് കിട്ടൂ. ചെല്ലതില് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ഒരു സംശയവും ഇല്ല. കാരണം മഹാന്മാർ അങ്ങ് മരണപ്പെട്ടിൽ പിന്നെ അങ്ങനെ ശക്തി അല്ലാഹു തആല യാറെ കൊടുകൂടാ. അല്ലാഹു തആല വലിയ പവർ കൊടുകൂടാ. ഞങ്ങൾക്ക് സഹായിക്കുകയും സഹകരിക്കുകയും അല്ലാഹു തആല വലിയ പവർ കൊടുകൂടാ. അതുകൊണ്ട് ഉടനെ ലൈറ്റിംഗ്സ് ഇട്ടതും ഉടനെ കുറിച്ച് വെച്ചതും ഓടി നടന്നതും കഷ്ടപ്പെട്ടതും സഹായിച്ചതും ഈ മജ്ലിസ് ഉണ്ടാക്കിയതും ഇതൊക്കെ അധ്വാനിച്ചതും എല്ലാം താജുൽ ഉലമകു അല്ലാഹു തിരിപ്പാട്ടിയോണ്ടുള്ള അവിടുത്തെ നോട്ട് അവിടെ കിട്ടിയോണ്ടുണ്ടോ ഒരു സംശയവും ഒരാളും അതിനകത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും നമുക്ക് പഠിപ്പാട്ടിയ ദീൻ ഇങ്ങനെയായിട്ട് മഹാന്മാർക്ക് കേൾക്കുകയും സഹായിക്കുകയുമുള്ള എല്ലാ ശക്തിയും ഉണ്ട്. ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുതൂനസ് സകാത്ത്. അല്ലാഹുവും അവന്റെ മഹാന്മാരും അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരും എല്ലാവരും നിങ്ങളെ സഹായിക്കടാറ്. അങ്ങനെങ്കു സഹായിക്കുക വേനായിട്ട് ഉള്ളാറ് അകക്ക് സഹായിക്കുക സാമർത്ഥ്യ റബ്ബു തആല കൊടുത്തുറാ. അല്ലാഹു തആല ഖുർആനിൽ ഇതിനൊക്കെ പഠിപ്പാട്ടിയതായിട്ട് പൂർവകാലത്തെ മഹാന്മാരെല്ലാവരും ഇങ്ങനെ സഹായം കേട്ടിടാറ്. അതുകൊണ്ട് ഇതിലൊരു സംശയവുമില്ല. മഹാനായ താജുൽ ഉലമ ഈ മജ്ലിസ് നോക്കിയോണ്ടുണ്ടോ, ഈ മജ്ലിസ് കണ്ടുകൊണ്ടുണ്ടോ, ഈ മജ്ലിസ് അവിടുത്തെ മദത് കിട്ടിയോണ്ടുണ്ടോ. അല്ലാഹു തആല ആ മഹാന്മാരെ മദത് എല്ലാ ടൈമിലും നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. അതിനൊട്ടിക്ക് സ്വലാത്തുൽ വാർഷികവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോൾ ജോർ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തുൽ വാർഷികത്തെ മജ്ലിസ് അല്ലേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് കൊണ്ടായിട്ട് ഈ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരും വിജയിച്ചത്. എത്ര വലിയ ആലിമീങ്ങളെ ചരിത്രം എടുത്തു നോക്കൂ, എത്ര വലിയ സാദാതീങ്ങളെ ചരിത്രം എടുത്തു നോക്കൂ, ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരെ കിതാബ് എടുത്തു നോക്കൂ. എല്ലാവരും കിതാബിൽ എഴുതി വെച്ചാറ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലതര മഹത്വം. എല്ലാവരും പുതിയ പുതിയ സ്വലാത്തിൽ ജിട്ടത് ചെന്നിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമർപ്പിച്ചിട്ട് വിജയിച്ചു പോയ ചരിത്രമായിട്ട് കിടന്ന ചരിത്രത്തിൽ പഠിച്ചത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ അവന്റെ മലക്കുകളും നബിതങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലാറ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും സ്വലാത്തും സലാമും യാറെ ചൊല്ലണൂ. അല്ലാഹു തആല ഖുർആനിൽ പാടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ കണ്ട് ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്ത്. നാളെ ആഖിറത്തിൽ നന്റെ മുട്ടനിക്കുള്ള പവർ നന്റെ മുക്കൈക്കുള്ള സ്ഥാനം ആരെങ്കിലും കിട്ടണം. അക്സറുഹും അലയ്യ സ്വലാത്ത്. അത് നന്റെ മേൽ സ്വലാത്ത് യാറ ചെന്നക.
അതുകൊണ്ട് എല്ലാ പാലക്കാരട്ട് ചൊല്ലുള്ളത് വാർഷികത്തിന് മാത്രം പണ്ടതല്ല. വെള്ളിയാസമ തിങ്കൾ കുറുക്കമാനങ്ങളെ പള്ളിയിൽ സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോ ആ മജ്ലിസിൽ നിങ്ങൾ പോയിട്ട് ദയിക്കണോ. കാരണം ഈ സ്വലാത്ത് മജ്ലിസ് ഞങ്ങൾക്ക് വലിയ കാവലായിട്ട് കിട്. ഞങ്ങളെ ബിസിനസ്സിൽ ബറക്കത്ത് കിട്ടകൂ, ഞങ്ങളെ കുടുംബത്തിൽ സന്തോഷം കിട്ടകൂ, ഞങ്ങളെ കടക തീർന്ന് കിട്ടകൂ, ഔത്ത പണി വേഗം തീർന്ന് കിട്ടകൂ, പെൺമോളുടെ മങ്ങിയ സന്തോഷത്തിലായി കിട്ടകൂ, പെണ്ണുകുറു നല്ല ആണ് സെറ്റാവുകൂ, ആണുകുറു നല്ല പെണ്ണ് സെറ്റാവുകൂ, നല്ല സുഖപ്രസവം ഉണ്ടാവുകൂ, ടെൻഷനിങ്ങ ബേജാറിങ്ങ തലവെച്ചങ്ങ നീങ്ങി കിട്ടുകൂ, ഗൾഫുള്ളങ്ങത്തെ മോണ്ട കടകളിലെ തീർന്നു കിട്ടുക, അവനുക്ക് സന്തോഷം കിട്ടുകൂ, കുടുംബത്തിൽ നെമ്മതി കിട്ടുക, മാനസികമായ അസ്വസ്ഥ നീങ്ങി കിട്ടുകൂ, തടിലുള്ള സീക ഇല്ലാണ്ട് നീങ്ങുകൂ. എന്ത് പ്രശ്നമെന്നെങ്കിലും പ്രശ്നമുള്ള ദുനിയാവല്ലേ ഈ ദുനിയാവ്. പ്രശ്നം കൊണ്ടല്ലേ മനുഷ്യന്മാരെ റബ്ബ് തആല പഠിച്ചത്. പ്രശ്നമില്ലാത്ത സമസ്യയില്ലാത്ത ഒരു മനുഷ്യ ഈ ദുനിയാവിലല്ലേ. എത്ര വലിയ സമസ്യയെന്നെങ്കിലും എത്ര വലിയ ടെൻഷൻ എന്നെങ്കിലും എന്ത് വലിയ ബേജാറെന്നെങ്കിലും ആ സ്വലാത്ത് മജ്ലിസിലെ നീയത്താക്കിട്ട് കുറു ഖൽബൊന്നു മദീനത്ത് കൊടുത്തുറു. തമസ്സക് ബിന്നബി ബികുല്ലി സഅബി. എത്ര വലിയ ഞെരുക്കവും എത്ര വലിയ സമസ്യയും പരിഹാരത്തിന്റെ സാമർഥ്യമുള്ള ഹബീബ് മദീനത്തിൽ വെച്ചിട്ട് ഞങ്ങളെ കണ്ടുകൊണ്ടുള്ളൂ. ഒരു സമസ്യവും ഒരു ടെൻഷനും ആ വിഷയത്തിൽ വേണ്ട. കുറെ തപ്പാക്കിടെ മദീനത്ത് ഹബീബ് റട്ടനിങ്ങു കേൾക്കാം. മേ മുझे मोह आका मुझे साथ ले लो के रास्ते में ही जा बजाने वाले. എത്ര ബലിയ തപ്പാക്ക മനുഷ്യന്മാർ ഹബീബായ നബി തങ്ങളെ കേൾക്കുമ്പോ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മാഫാക്കി കൊടുകൊടു. അതുക്കുള്ള സാമർത്ഥ്യം അല്ലാഹു തആല ഹബീബായ നബി തങ്ങൾക്ക് കൊടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെന്നോണ്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് 2-3-4 കഴിഞ്ഞാൽ പിന്നെ ഒരു അഅറാബിയായ മനുഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറ മുട്ട വന്നിട്ട് കേക്കട യാ റസൂലല്ലാഹ്. എന്നിട്ട് ആ മനുഷ്യ വന്നിട്ട് നബി തങ്ങളെ കേക്കിട് വഫാത്തായി പോയെ ഖബറിലുള്ള നബി തങ്ങളെ കേക്കിട്. നബിയേ കുറെ തപ്പാക്കിയ മനുഷ്യ നബിയേ. അല്ലാഹു തആല ഖുർആനിൽ ചൊന്നരല്ലേ വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂല ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. കുറെ തപ്പാക്കിയ മനുഷ്യന്മാർ നിങ്ങളട്ട വന്നിട്ട് മാഫ് കൊടുത്തെങ്കിൽ ഓഫ് കേട്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ശുപാർശാക്കെങ്കിൽ നാണ് മാപ്പ് കൊടുക്കുവേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളട്ട മാഫ് കേട്ടെങ്കിൽ അല്ലാഹു മാഫ് തണ്ടാ. നബി തങ്ങളെ എന്ത് കേട്ടെങ്കും തണ്ടാം. ഇണ്ടത്ത് കുറിയ ബിദഅത്ത് മാറി അങ്ങെല്ലാവരും ഞങ്ങളെ പൊട്ടീസാകുകയായിട്ട് നോക്കുവാറ്. ഗൂഗിൾ ട്രാൻസ്ലേഷൻ നോക്കിയിട്ട് ഖുർആൻ ചൊല്ലുക വന്നാറ്. ഹദീസ് ആരെങ്കിലും ചെന്നതിന് പീസ് ഡയറിൽ എഴുതിട്ട് വന്നിട്ട് ഞങ്ങളെ പൊട്ടീസാകിടാറ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളെ ഉസ്വാസാകുകയായിട്ട് എന്തെങ്കിലും എഴുതി വിടുവാറ്. ഇന്നലെ മീൻ വിത്തോണ്ടിന്നോണു, മിഞ്ഞാണ്ട് കൂടറങ്ങടിൽ നിന്നോണു, അതിറബിഞ്ഞാണ്ട് ഡ്രൈവറായിട്ടിരുന്നോണു. നാളെ വന്നിട്ട് ഖുർആനും ഹദീസും കൊണ്ട് ചെന്നിട്ട് താടി വെച്ച് വന്നെങ്കിൽ നിങ്ങളെ ഈമാൻ പണയ വെച്ച് പോകണ്ട. ഞങ്ങൾക്ക് താജുൽ ഉലമ പരിപാടി തന്ന ദീനുണ്ട് ഇവിടെ. എത്രമാ വർഷ 10-7 വർഷം വലിയ ആലിമീങ്ങൾക്ക് ദർസ് പരിപാടി കൊടുത്ത് വലിയ ജബൽ പോലെയുള്ള മഹാൻ താജുൽ ഉലമ പരിപാടി തന്ന ദീൻ. ഖുർആൻ എന്തിനേന്റെ പിടിയുള്ള ആലിമീകം, ഹദീസ് എന്തിനേന്റെ പിടിയുള്ള ആലിമീകം. ഞങ്ങളറായത്തുള്ള ഉസ്താദുമാർ സഖാഫിയായതും സഅദിയായതും മദനിയായതും 10 വർഷം ഖുർആൻ പഠിച്ച
പഠിച്ചിട്ടായിട്ട് കേട്, ഹദീസ് പഠിച്ചിട്ടായിട്ട് കേട്, എന്തെങ്കിലും അങ്ങ് വന്ന് ചെല്ലതല്ല. ആരെങ്കിലും ഗൂഗിൾ ട്രാൻസ്ലേഷൻ ചെല്ലതല്ല. ഏതെങ്കിലും യൂട്യൂബിൽ നോക്കിയിട്ട് പകൽ വന്നിട്ട് ചെല്ലതല്ല. അത് ഖുർആനും ഹദീസും വലിയ ആലിമീങ്ങളിട്ട് വെച്ച് പഠിച്ചിട്ട് വന്ന് ചെല്ലാറ്. അതപ്പണങ്ങ് സ്വീകരിക്കുകയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടെങ്കിൽ നബി തങ്ങൾ ഉത്തരം എന്ത് കേട്ടെങ്കിലും ഉത്തരത്തണ്ട് ഉത്തരം കൊടുത്തു. أصاب الناس قحط في زمن عمر بن الخطاب رضي الله عنه. എല്ലാ മുഹദ്ദിസീന റിവായത്താക്കിയന്തെ എഴുതി വെച്ചകന്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിൽ പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ ഭരണകാലത്തിൽ ഒരു സ്വഹാബി വന്നിട്ട് നബി തങ്ങളെ ഖബറ മുട്ട വന്ന് ചെല്ല്. ഏത് ടൈം അത്? أصاب الناس قحط في زمن عمر റളിയല്ലാഹു അൻഹുയുടെ കാലഘട്ടത്തിൽ വലിയ ബറകാലം ഉണ്ടായപ്പ കുടിക്കുക തന്നിയില്ല, കഷ്ടപ്പെടുന്നപ്പോ فجاء رجل الى قبر النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ മുട്ട ഒരു സ്വഹാബി വണ്ടി. ആരേ സ്വഹാബി? ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിൽ എഴുതിയിട്ടുണ്ട്. മഹാനായ ബിലാൽ ഇബ്നു ഹാരിസ് അൽ-മുസ്നി ചെണ്ട സ്വഹാബിയായിട്ട് കേടേ സ്വഹാബി. ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ മുട്ട വന്ന് എന്നിട്ട് ചെല്ല്, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖീ ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. എല്ലാരും കുടിക്കുക തന്നിയില്ലാണ്ട് വലിയ ബറകാല വന്നിട്ട് എല്ലാരും കഷ്ടയിട്ട് ഹലാക്കായി പോയോണ്ടുള്ള നബിയേ, ഞങ്ങൾക്ക് മലവേണു നബിയേ, മലവേണു. മരണപ്പെട്ടു പോയ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കണേ, മലവേണു. വഫാത്തായി പോയ നബി തങ്ങളെ ഖബർ മുട്ട പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എന്നിട്ട് ഹദീസിൽ കണ്ട അയാൾ അവിടെ ഉറങ്ങി. ഫജാ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. നബി തങ്ങ അയാളെ കിനാവുൽ ബൻസ് എന്നിട്ട് ചെല്ല് ഈതി ഉമർ മുട്ട പോണു. ഫഖറഹു മിന്നി അസ്സലാം. നന്റെ സലാം ചെല്ലണു. നിൻകു മല ബണ്ടി ചെല്ല് ശുഭവാർത്ത ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് തെരിപാട്ടണു. അത് ശിർക്കായിട്ടില്ലെങ്കിൽ മർച്ചങ്ങളെ കേൾക്കണത് ശിർക്കായിട്ടില്ലെങ്കിൽ ഈ സ്വഹാബി കേട്ട വിഷയം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഗുംതായെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പുടൻത ഇത് ശിർക്കും ബിദ്അത്തായിട്ടില്ലെങ്കിൽ നബി തങ്ങൾ എതിർക്കാലന്ത. അതുകൊണ്ട് ഇതെല്ലാം ഈ മഹാന്മാരട്ടേക്ക് കൊടുത്തും നബി തങ്ങളട്ടേക്ക് കൊടുത്തും താജുൽ ഉലമരട്ടേക്ക് കൊടുത്തും ഔലിയാക്കന്മാരട്ടേക്ക് കൊടുത്തും ഇതെല്ലാം പണ്ട് മുതലേ ഞങ്ങളെ ആലിമീങ്ങ പഠിപ്പാട്ടി തന്നത്. അത് ഞങ്ങൾ അതുപോലെ ജീവിക്കാം, ഒരു സംശയം വേണ്ടതില്ല. ഞങ്ങൾ നല്ല ഈമാനുള്ള മനുഷ്യന്മാരാവണം. ഞങ്ങളെ എല്ലാ വസ്തുവും ആലിമീങ്ങളെ കേട്ടിട്ടാവണോ. ഒരു പള്ളിയുടെ ഖതീബ് ഉസ്താദ് ചെന്നെങ്കിൽ ജാലിപ്പള്ളിയിൽ ഇമാമനിക്കുക മാത്രമുള്ളതല്ല, നിക്കാഹ് ഓതിത്തറകു മാത്രമുള്ളതല്ല. മറിച്ചവിടെ വന്നിട്ട് യാസീൻ ഓതുകും, ഖബറവിടെ വന്നിട്ട് തൽഖീൻ ഓതുകും, എന്റെ ഔത്തുൽ വന്നിട്ട് മൗലീദും ഖുതുബിയ്യത്തും റാത്തീബും നേതൃത്വം കൊടുത്തുള്ളത് മാത്രമല്ല, നിന്റെ ജീവിതത്തെ പ്രതീവൊരു ക്ഷണവും ആലിമീങ്ങളെ കേട്ട് പഠിക്കണായതായിട്ട് കേട്. ഈ ദുനിയാവ് ശാശ്വതമല്ലല്ലേ. എപ്പോ നിന്റെ കെട്ടിട്ട് 3 കെട്ടും കെട്ടിട്ട് ഖബറ് കുമ്പണ്ടാറ് കുത്തില്ലല്ലേ. ഇണ്ട് സുബൈക അത്താലത്ത് ഗിഞ്ചിട്ട് നോമ്പ് പിടിച്ച് ഉപ്പിനങ്കടി ഭാഗത്തിലുള്ള കാസിം സഖാഫി ചെൽഡകം തരു സഖാഫിയായ ഉസ്താദ് ഒരു സീക്കുമില്ല, ഒരു രോഗമില്ല, രോഗത്ത് ഒരു ലക്ഷണവുമില്ല. പക്ഷേ ഇണ്ട് സുബൈക മരണപ്പെട്ടു പോയില്ലേ. ഇപ്പടെ മെസ്സേജ് ബന്ധ ഇണ്ട് ജാവുക ഒലിമ്പ് കണ്ടെങ്കിൽ ഖബറുടെ കൊടാറൂല. ഇന്നലെ ജാവുക പുറങ്ങുമ്പത്തുകയാളുക ഗുംതില്ല, നാലത്ത് വറക്ക് നിന്റെ ഖബറിലോണ്ട്. ഇന്റെ അത്താലവുണ്ണമ്പത്തുക വ്യാഴ്ചയില്ല, നിന്റെ നോമ്പ് തറ ഖബറിലോണ്ട്. അതിനാട്ടി മുതോല നിന്റെ റൂഹ് പോയി പോണ്ട്. മരണത്തുക വയസ്സില്ലല്ലേ, മരണത്തുക കാരണ വേണോണ്ടില്ലല്ലേ.
മരണത്തിക്ക് ആരും വന്നിട്ട് എന്തെങ്കിലും ആക്കണോണ്ടില്ലല്ലേ? അസ്രായീൽ ഓർഡർ കിട്ടിയപ്പോ വന്നു പോയിട്ട് ഞങ്ങളിട്ട് ചെല്ലുകയില്ല, പിടിക്കുകയില്ല, കേൾക്കുകയില്ല, പെർമിഷൻ ഒന്നുമില്ല. അള്ളാഹുടെ ഓർഡറായിട്ട് കിടവോണ്ട ടൈം തീർത്ത് എടുത്തോണ്ട് പോണു. ഉറപ്പേ നമുക്കും ഞങ്ങളെ ഉമ്മാപ്പകും പെഞ്ഞീമക്കും കുടുംബത്തും ആഫിയത്തുള്ള ദീർഘായുസ്സ് തരണു റഹ്മാനേ. നാളെ നിന്റെ ഖബറുക പറയുമ്പോ, ഹശർ മൈതാനത്തുക പറയുമ്പോ നിന്റെ ജവാബ് ചൊല്ലുള്ളതെല്ലാം ഉണ്ടാക്കിയിട്ട് നല്ലത് കുറെ പ്രവർത്തിച്ചിട്ട് മരിക്കണം. അതുകൊള്ള തൗഫീഖ് തരണു റഹ്മാനേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞങ്ങളെ ഉസ്താദ് എപ്പോഴും ഞങ്ങൾ പഠിപ്പാട്ടൊന്ന് പഠിച്ചോണ്ടിക്കോണോ. ഞങ്ങളെ ആലിമീങ്ങളട്ട് ഞങ്ങൾ എപ്പോഴും കേട്ട് കേട്ട് പഠിച്ചോണ്ടിക്കോണോ. രണ്ടാവത്തുള്ളൊരു മങ്ങില പറമ്പോ രണ്ടായത്തെ ഉസ്താദ് പോയിട്ട് കേൾക്കോണം. ഉസ്താദേ, നന്റെ മോണുകു മങ്ങിലാം, നന്റെ മോളുകു മങ്ങില ഉസ്താദേ, എങ്ങനായിട്ട് കിടി നിക്കാഹല്ല ആക്കിടത്, പ്രത്യേകിച്ച് എന്തെങ്കിലും മോതുകും ചെള്ളുക എന്തെല്ലാം ഉണ്ടാ, എങ്ങനായിട്ട് കിടി ഞങ്ങളെ ഏത് ഡേറ്റിൽ വേക്കാം, എങ്ങനെ ഞങ്ങളെ മങ്ങില നടത്താം. കാരണം നന്റെ മക്കളെ, നന്റെ മോന്റെ ജീവിതത്തെ ടേണിംഗ് പോയിന്റ് ആയിട്ട് കിടുമങ്ങിലാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ സുന്നത്തായിട്ട് കിടുമങ്ങിലാം. ഖുർആനിലും ഹദീസിലും കുറെ മഹത്വമുള്ളതാ കൊടുത്തതായിട്ട് കിടുമങ്ങിലാം. അതൊരിക്കലും റബ്ബ് തൃപ്തിപ്പെടാത്തതുപോലെ ആവുകീറാ. അല്ലാഹുവിന്റെ ഹബീബ് ഇഷ്ടമില്ലാത്തതുപോലെ ആയി പോകത്തീറാ. നന്റെ മങ്ങിലത്തെ അനാചാര കണ്ടിട്ട് റഹ്മത്തുറ മലക്ക് ഇറങ്ങാട്ട് ദൂരെ ഓടി പോണ്ടെങ്കം ഗതികേട് നന്റെ മോളുടെ മങ്ങിയത്തിലായി പോകത്തീറാ. നന്റെ മോളുടെ മങ്ങില വലിയ ബറക്കത്തുള്ള മങ്ങിലാവണം. നന്റെ മങ്ങിലത്ത് നന്റെ ഉത്തര മങ്ങിലത്തിൽ ആലിമീങ്ങയിക്കോണം, സാദാത്തീങ്ങയിക്കോണം. പാപത്തും കുറുത്തിൽ നല്ല ചോറാക്കിയിട്ട് കൊടുക്കണം. നല്ല സരള സുന്ദരമായ സൗഭാഗ്യശാലിയായ നിലക്കുള്ളൊരു മങ്ങിലാം. റബ്ബ് തൃപ്തിപ്പെടുന്നത് പോലെയുള്ള മങ്ങിലാം. ഹബീബ് നോക്കിയിട്ട് സന്തോഷിക്കിടങ്ങം തെറും മങ്ങിലാം. നന്റെ മോളുടെയും മോന്റെയും കൊറേ തണക്ക കൊണേ ശ്വാസത്തോളോ അവസാന ശ്വാസത്തോളോ കൊമ്പനായകത്തെ ദാമ്പത്യ ജീവനത്തെ ഒരു വലിയ ഉടമ്പടി നടക്കിടകത്തെ ഒരു ടൈം അതൊരിക്കലും അനിസ്ലാമികമായി പോകത്തീറ. അത് അനാചാരത്തിനായി പോകത്തീറ. അത് റബ്ബി തൃപ്തിപ്പെടാത്തതുപോലെ ആയി പോകത്തീറ. അത് അശ്ലീലമായ നിലക്കായി പോകത്തീറ. അതിലൊന്നും വേണ്ടാത്ത നിലക്കായി പോകത്തീറ. ഓരോ വിഷയവും ഞങ്ങളെ ഉസ്താദുമാരട്ട് വന്നിട്ട് അന്വേഷിച്ചിട്ട് പഠിക്കണം. ഓരോ വിഷയവും ഉദാഹരണം മാത്രം മങ്ങിലത്തെ ചെന്നേ. കാരണം മങ്ങിലവും അതുമായിട്ട് ബന്ധപ്പെട്ടങ്ങനത്തെ ആചാരവും അനാചാരവും ഈ സബ്ജക്റ്റിലായിട്ട് കിട പലക്കെ പറയൂ ചെന്നിരേ അത് കേട്ട് കിടന്നാണ് അപ്പുറത്ത് കുമ്പയെ. ഇസ്ലാം വലിയ മഹത്വം കൊടുക്കുന്നതും ഖുർആൻ പല ആയത്തില് പല നിലയ്ക്കും മഹത്വം കൊടുത്തു ചെന്നതുമായിട്ട് ഈ വിവാഹ മങ്ങിലാവൂർ ഖുർആന്റെ ഓർഡർ ഖുർആൻ ചെന്നുകൊണ്ട് പല നിലയ്ക്ക് കുറെ ആയത്തുണ്ട്. മങ്ങിലാവൂർ എത്ര ഹദീസ് മങ്ങിലാവില്ല ചെന്നിട്ട് പോകൂ ഇസ്ലാമലു ಅದಕ್ಕೆ ഒരു മഹത്വവുമില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലങ്ങനത്തെ കുറേ ഹദീസ് കണ്ട് ബിസ്സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നോണ്ടുണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും സ്വലാത്ത് ചെല്ലല്ലേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലങ്ങനത്തെ ഹദീസ് കണ്ട് ഓ മുഅ്മിനീങ്ങളെ
അഅ്ലമുൻ നികാഹി ബറകത്തുൻ ഐസറുഹു മഊനഹു. നിക്കാഹില് ഏറ്റവും വലിയ ബറക്കത്തുള്ള നിക്കാഹ് ഏതുകൊണ്ടുണ്ടാം? നല്ല സരളമായ ഒരു മങ്ങിലായിട്ട് കിടേ ആഡംബരത്തില് ഗോജിലും ഗദ്ദലത്തിലും നക്ക് വലിയ ഉള്ളതല്ലേ, ഭയങ്കരന്മാരല്ല ഭണ്ഡാരല്ലേ ചെന്നിട്ട് ഭയങ്കരമായിട്ട് ഇസ്റാഫായിട്ട് നടത്തുന്ന മങ്ങിലെല്ലാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പരിപാടിയോണ്ടുള്ള ഹദീസ് ഏറ്റവും വലിയ ഏറ്റവും നല്ല മങ്ങിലാം, ഏറ്റവും ആദരിക്കപ്പെടനായ മങ്ങിലാം, ചെലവ് കുറടിയുള്ള മങ്ങിലാം. സരള വിവാഹ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വലിയ മഹത്വം കൊടുത്ത ഒരു വിഷയമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുറെ മങ്ങിലായതും ആ ദാമ്പത്യ ജീവിതവും എല്ലാം നമുക്ക് പഠിപ്പാട്ടിയോണ്ടുണ്ട്. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പല മങ്ങില കുറെ മങ്ങിലാവുള്ള കാരണം എന്തേ? പല കാരണവും അത് കൊണ്ടു. പക്ഷേ മഹാന്മാർ അതിൽ ഒരു കാരണമായിട്ട് ചെല്ലത് ദാമ്പത്യ ജീവിതത്തെ പല നിലക്കുള്ള പെണ്ണിങ്ങായിട്ട് ഓരോർത്ത് കിട്ടുന്നത് നിക്ക് കിട്ടുന്ന പോലത്തെ പെണ്ണല്ല എന്നോർത്ത് കിട്ടുന്നത് അങ്ങളുമായിട്ടുള്ള എല്ലാ വിഷയവും ഇതെല്ലാം ദുനിയാവുക ചെന്നു കൊടുക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ വിവിധ മജലുങ്ങ പഠിക്കണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എങ്ങനായിട്ട് കിടെ പെഞ്ഞിമാറട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒന്നുറാട്ടയാറ പെഞ്ഞിമാറട്ട എങ്ങനായിട്ട് നീതി പുലർത്തിയോണ്ടിരുന്നേ, ഏത് നിലക്കായിട്ട് കിടെ അങ്ങളുടെ ഭക്ഷണം ചോറുണ്ടോണ്ടിരുന്നത് ഇങ്ങനെല്ലാം ലോകത്തുള്ള ആൾമാർക്ക് പഠിപ്പാട്ടി കൊടുക്കണോ. അതുക്കായിട്ട് കിടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഈ ലോകത്തിന് മാതൃകയായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ ഓരോ വിഷയവും ചെന്നു കൊടുക്കൂ. മങ്ങിലാവാണ്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മുട്ട ഒരു സഹാബി ഒരു രണ്ട് മൂന്ന് സഹാബി വന്നിട്ട് കേക്കടാറ് അല്ല ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഔത്തുലിക്കുമ്പോൾ എങ്ങനെക്കിട് ഔത്തുലിക്കുമ്പോൾ എങ്ങനെക്കിട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഔത്തുറയ അവിടെ സ്വറല്ല എടുക്കിട് ഫർദ് നിസ്കാര സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമായിട്ട് എടുക്കിട് കൊറിയ ജാവുക ഉറങ്ങിട് കൊറിയ ജാവുക ഇബാദത്ത് എടുക്കിട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തെ പല ഘട്ടങ്ങൾ ഇങ്ങനെ ചെന്നു കൊടുക്കുമ്പോ ഈ മൂന്ന് സ്വഹാബികൾ കൈത്ത് ഇത്രമേ ഇബാദത്ത് അങ്ങനെ പേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ജാബിടി പറയാലെ ഒരു നാളും വിടാണ്ട് നോമ്പ് നോക്കൂ, എപ്പോഴും ഇബാദത്തായിട്ടിരിക്കൂ. ഭയങ്കര ഒരു വിഷയത്തിൽ പോകാണ്ട് ഇബാദത്ത് ഇത് മാത്രമായിട്ടിരിക്കൂ പേർച്ച. അപ്പൊ അതിൽപ്പെട്ട ഒരാൾ ചെല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ സ്വർഗ്ഗ ഉദ്ഘാടനാക്കിടാലല്ലേ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും ഞങ്ങളോ കടകത്തിയില്ല. എന്ത് വേണമെങ്കിൽ ആവട്ടെ നാനൊരു തീരുമാനം എടുക്കടേ, ഇന്ന് ഒരു നാള് ജാവുകും നാണ് ഉറങ്ങാല. അയാൾ കെട്ടിയുടെ തീരുമാനം. പിന്നൊരു സഹാബി ആ സഹാബി ചെല്ല് എന്ത് വേണമെങ്കിൽ ആവട്ടെ ഇനി നാണ് ഒരു നാളും നോമ്പില്ലാത്ത ഒരു നാളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകില്ല. എല്ലാ നാളും നോമ്പും ഒരു നാളും വിടാണ്ട് നോമ്പിടിക്കട കെട്ടി തീരുമാനിച്ചു. പിന്നൊരു സഹാബി അയാൾ ചെല്ലി ആണ് മങ്ങിലമിയാവില്ല, മങ്ങിലായെങ്കിലേ ചെലവ് കൊടുക്കണോ, മക്കളോ അതൊക്കെ ചെലവുണ്ടോ, ഇതൊക്കെ ചെലവുണ്ടോ, ഈ ചെലവുക്ക് പേനായിട്ട് ഓടി നടക്കണോ, ഞാൻ ഓർത്താണ്ടായെങ്കിൽ ടെൻഷൻ ആക്കുകയില്ലല്ലേ, ഇബാദത്തോട് തോന്നിയേക്കല്ലേ, അതുകൊണ്ട് നാനും മങ്ങിലമിയാവില്ല. ആ ടൈമിലേക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അവിടേക്ക് വന്നിട്ട് ചെല്ലുന്ന സ്വഹാബത്ത് ഭയങ്കര ഗട്ടി തീരുമാനം എടുത്ത പോലെ കണ്ടല്ലേ.
അപ്പൊ സഹാബത്ത് ചെല്ലാറത് നബിയെ നല്ല കെട്ടി തീർമാന ഉറച്ചു തീർമാന അയാള് പറഞ്ഞില്ല നാനു നോമ്പ് പിടിക്കാണ്ട ദഹിക്കില്ല ഇയാള് മങ്ങിലുമേ ആവില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി ഇതല്ല നന്റെ ദീൻ, ഇതല്ല നന്റെ ശരിയ, ഇതല്ല ഇതൊന്നുമല്ല ഇസ്ലാം. ഇസ്ലാം മനുഷ്യത്വമുള്ള എന്തൊരു ദീനായിട്ട് കൊറിയ നാല് നോമ്പെടുക്കൂ, കൊറിയ നാല് നോമ്പ് വിടുറു, കൊറിയ നാല് ചാവുക ഇബാദത്തെടുക്കൂ, കൊറിയ നാല് നല്ല കെട്ടി ഉറങ്ങറു. നിങ്ങളെ ആരോഗ്യത്തിന് നോക്കൂ, നിങ്ങളെ ആഗ്രഹം തീർക്കുക വേണായിട്ട് മങ്ങിലാവറു. നാണും മങ്ങിലയുടെ നീയും മങ്ങിലാവറു. അതായിട്ട് ഇസ്ലാം. ഇസ്ലാമുൽ ബ്രഹ്മചര്യയില്ല, ഇസ്ലാമുൽ കഷ്ട കൊടുക്കലില്ല, ഇസ്ലാമുൽ നിന്റെ വികാരത്തെയും വിചാരത്തെയും കെട്ടിപ്പിടിച്ചു തേക്കണോ. അനേനെന്തും എന്തും നിക്ക് സ്വതന്ത്രയില്ല. ചെല്ലകം തെറു മനോഭാവ അകംത ഒരു സന്ദേശ ഇസ്ലാം എപ്പോഴും കൊടുക്കില്ല. ഇസ്ലാം ദാമ്പത്യ ജീവിതത്തിൽ വലിയ മഹത്വം കൊടുത്തു. എന്നിട്ട് ചെല്ല് ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. നീന് അവളുടെ ചട്ട, അവള് നിന്റെ ചട്ട. നീന് അവളുടെ ഡ്രസ്, അവള് നിന്റെ ഡ്രസ്. പരസ്പര അന്റി നിക്കണായ നന്റെ തടിക നന്റെ ഡ്രസ് എത്ര അന്റി നിന്നിട്ടുണ്ടാ. അങ്ങനെ എപ്പോഴും പരസ്പര അന്റി നിക്കണായ ദൂരാവനായങ്ങല്ല. ആ പെണ്ണയായിട്ട് പണ്ടങ്ങത്തെ പെണ്ണില്ലേ, അവൾ നിന്റെ ലൈഫ് പാർട്ട്ണറായിട്ട് കിടേ. നിക്ക് മക്ക തണ്ടവലോ, നിക്ക് ഭവിഷ്യ തണ്ടവലോ, നിന്റെ കുടുംബ പരമ്പരയുടെ ഇനി ബാക്കി ഇപ്പണായ നിലക്ക് വൽത്തിയോണ്ട് പോണ്ടവലോ, നിന്റെ മക്കളെ എല്ലാ നിലക്കും നോക്കിടവളോ. അങ്ങനത്തെ ഏറ്റവും പവിത്രമായ ഒരു ബന്ധം ചെയ്യനായിട്ട് ആ നിക്കാഹ ചെല്ലുടെ ഉടമ്പടിയിലൂടെ തുടക്കം കുടിക്കടേ. അതേ ഫസാദായി പോയെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോവൂ. അവിടെ ഒന്നാമതായിട്ട് ഞങ്ങൾ ചിന്തിക്കണായത് ഞാൻ സെലക്ട് ആക്കടങ്ങനത്തെ പെണ്ണങ്ങനത്തെ പെണ്ണായിട്ടിക്കണോ, എങ്ങനത്തെ പെണ്ണായിട്ടിക്കണെന്നാണ് സെലക്ട് ആക്കണായത്. അവിടമേ കൊറിയ ബാപ്പമാറ് തെറുതപ്പി പോണ്ടാറ്, കൊറിയ ഉമ്മമാറ് തെറുതപ്പി പോണ്ടാറ്. അവളുടെ അബ്ബക ഉള്ളങ്ങനത്തെ സ്വത്ത് നോക്കിയിട്ടല്ല നീ പെണ്ണ് നോക്കണായത്, അല്ലെങ്കിൽ ആണ് തേടണായത്. സ്വത്തല്ല ഇസ്ലാം നോക്കുക ചെന്നത്, സൗന്ദര്യമെല്ലാം മുഖ്യമായിട്ട് നോക്കുക ചെന്നത്. പിന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നോണ്ടുണ്ടു. ദീൻ നിന്റെ സ്വത്താ, അല്ലെങ്കിൽ സൗന്ദര്യമാ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും നോക്കണാണ്ടി നോലു. നീ പഷ്ടിക്ക് നോക്കണായത് ദീനുണ്ടാ, ദീനുള്ള ചെറുക്കമാ, ദീനുള്ള പെണ്ണാ. ഇന്നത്തെ കാലത്തില് വലിയ ശോചനീയ അവസ്ഥയിലായിട്ട് ഇന്നത്തെ ബാലക്കാറുള്ളത്. ഏതെങ്കിലും ഡ്രഗ്സിൽ പെട്ടുപോയെങ്കിൽ ബാലക്കാരെ കിട്ടി പോയില്ലേ നിന്റെ മോളുടെ ഭവിഷ്യ, നിന്റെ പുല്യമാരെ ഭവിഷ്യ, നിന്റെ കുടുംബത്തെ ഭവിഷ്യ. അതുകൊണ്ട് ആണ് നീ നോക്കുമ്പോ ആറായത്തെ ഉസ്താദരട്ടേക്കണോ, അവന് പള്ളിയുമായിട്ട് ബന്ധമുണ്ടാം. ആറായത്തെ ഹിരിയകളട്ടെ കേൾക്കണോ. ഈ മനുഷ്യ എങ്ങനെ എപ്പോഴും വേണ്ടാത്തരത്തെ പെറോത്തുല അല്ല, എല്ലാ വിഷയത്തിലും നല്ല വിഷയത്തിൽ ഉള്ളണം. മജ്‌ലിസിലുണ്ടാക്കാം, ഹദ്ദാദിൽ എപ്പോഴെങ്കിലും ഓർക്കെങ്കിലും പണ്ടണം, സ്വലാത്തിൽ ഫ്രീ എന്നെങ്കിലും പണ്ടണം, ഇടയ്ക്കിടയ്ക്കെങ്കിലും ജമാഅത്തിൽ കണ്ട. നിന്റെ മോളല്ലേ നീ കൊടുത്തോണ്ടില്ലേ 18 വർഷം കഷ്ടപ്പെട്ട് ബലിച്ചിട്ട് അധ്വാനിച്ചിട്ട് ബലിയാക്കിയ പെണ്ണടെ ഒരു ചെറുക്കട കയ്യിൽ നീ നിക്കാഹാക്കി കൊടുക്കുമ്പോ തമ്മാടിയുടെ കയ്യിൽ കൊടുക്കണ്ട.
ഇനി നിസ്കരിക്കണോ പിടിക്കണല്ല കറക്റ്റുള്ള പക്ഷേ അവന് തെല്ല് സലപ്പിയുല തെല്ല് തബ്ലീഗ് പോലെ തെല്ലേത കള്ള ത്വരീഖത്തര പെറോത്തുള്ള ഇങ്ങനെന്തെങ്കിലും ബിദ്അത്തുറവണും മണബന്ത ഒരിക്കലും നീ കൊടുത്തുപോകു തീരാ. ഈ ബിദ്അത്ത് ചെല്ലത് വലിയൊരു ക്യാൻസർ എന്നതുപോലെ ആ ക്യാൻസർ തടിയുടെ ഒരു ഭാഗത്ത് തെല്ല് വന്നു പോയെങ്കിൽ പിന്നത് ജീവിത തടികി പടറിപ്പോ പിന്നത് വലിയ നഷ്ടായി പോ. നന്റെ മോളുടെ ഈമാൻ നഷ്ടപ്പെടുത്തു, നന്റെ പുല്ലിമാരെ നരകത്തും പോവും, നന്റെ കുടുംബത്തിന്റെ വിത്തങ്ങളെ വിരോധിയായ ഒരു കുടുംബമാക്കി തീറു. അതുകൊണ്ട് നന്റെ മോളുക സെലക്ട് ആകാനായ ആള് ബിദ്അത്തുറവറും മണ പോലുമുള്ള ആനായി പോകുതീറാ. ಅವನು ಡ್ರಗ್ಸ್ ಬೆರೋತಲು ಬೋಂಡವನಾಯಿ ಹೋಗುತ್ತೀರಾ, ಅವನು ಡ್ರಗ್ಸ್ಗೆ ಅಡಿಮೆಪಡ್ರಂತ ಮನುಷ್ಯ ಹೋಗುತ್ತೀರಾ, ಅವನು ತಮ್ಮ ಅಡಿಯಾಗಿ ಹೋಗುತ್ತೀರಾ, ಅವನು ಬ್ಯಾಂಡ ತರತ್ತ ಬೆರೋತಲು ಓಡಿ ನಡೆಕಡವನಾಯಿ ಹೋಗುತ್ತೀರಾ, ಅವನು ಬಿದ್ಯಾತ್ತಿರವನಾಯಿ ಹೋಗುತ್ತೀರಾ. ನಿಸ್ಕಾರ ಇಲ್ಲ ಜಾತಿಗೆಲ್ಲ ನಿನ್ನ ಮೋಲ್ಡೆ ಕೊಡುತ್ತುಟ್ಟು ಅವളുടെ ಭವಿಷ್ಯ ನೀನು ಬರ್ಬಾದ ಕಂಡ ಪಾಪಾ. പെണ്ണ് നോക്കുമ്പോഴത്തേക്കും അതേപോലെ അവളിങ്ങനെ എത്ര ചന്തമുള്ള ആളുകളുടെ മാത്രം നോക്കിയെങ്കിൽ അവളുടെ ഭഗ്യനിറക്കരങ്ങട്ട് അറിയണു, കുടുംബത്തങ്ങളട്ട് അറിയണു, പഠിപ്പാട്ടി ഉസ്താദരട്ട് അറിയണു, ആ കുടുംബത്തെ കുറിച്ചിട്ട് മാഹിതി എടുക്കണോ. വലിയ കുടുംബ വലിയ അക എത്ര വേണമെങ്കിൽ തോട്ടുണ്ടോ രാത്രിയൊന്നും കൊറടിയാവാലേ ചെന്നിട്ട് കെട്ടുപാടി വിടുന്നതല്ല. ഇന്നത്തെ കാലത്ത് എന്തില്ലെങ്കിലും സിദ്ധരാമയുടെ അറിയാൻ എത്ര വലിയ കോട്യാധിപതിയും ഏത് പാവപ്പെട്ട ചെറിയ തട്ടിടെ ഔത്തിലുള്ള മനുഷ്യവും ഉള്ള വ്യാരിത്രമേല്ലേ. മനസ്സുക നെമ്മതിയായിട്ട് കിടന്ന മോളുക വേണം, മനസ്സുക നെമ്മതി. ഒരു ദീനിയായ മണമുള്ള കുടുംബ ആലിമീങ്ങളും മഹാന്മാരെയും റെസ്പെക്ട് വെക്കടെ, ദീനിക റെസ്പെക്ട് വെക്കടെ കുടുംബ. 5 വഖത്ത് ബാങ്ക് കേൾക്കുമ്പോ ഉളു എടുക്കണങ്ങനത്തെ അമ്മായിമാറുള്ളേ നല്ല ബറക്കത്തുള്ള അക. മഗ്രിബിൽ പിന്നെ ഖുർആൻ ഓതുറങ്ങത്തെ ശബ്ദ കേൾക്കടങ്ങത്തെ അക വലിയ ബറക്കത്തുള്ള അകാം. പണ്ട് കാലത്തെല്ലാം നിങ്ങൾ കണ്ടല്ലത് ഇന്റതെല്ലാം കുറഞ്ഞു പോയിട് ഇന്റാ ടൈമല്ല ബിഗ് ബോസും കുറെ ധാരാവാഹിയും കുറെ ബാൻഡാത്തതെല്ലാം കൊമ്പയിട്ടായി പോയിട്. പക്ഷേ പണ്ടകളല്ല മഗ്രിബിൽ പിന്നെ ഇങ്ങനെ നടക്കുമ്പോ ഓരോ അവത്തുലും കേട്ടോണ്ടിരുന്നത് ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ഓരോ റവത്തുലിന്റെ ഫീസത്ത് മാല ഓതുറങ്ങാം താകങ്ങാം, വഹ്യദ്ദീൻ മാല ഓതുറങ്ങാം താകങ്ങാം, തബാറക സൂറത്ത് ഓതിയോണ്ടിരുന്ന അകങ്ങ, റഹ്മത്ത് റമലക്കങ്ങ നിറഞ്ഞോണ്ടിരുന്നങ്ങത്തെ ബറക്കത്തുള്ള കുടുംബങ്ങ ഇണ്ട് കൊരിയ മാത്രമേ ഉള്ളേ. ഇങ്ങനത്തെ അകത്തേടിട്ട് നിന്റെ മോളുടെ കൊടുത്തെങ്കിൽ അവന് എത്ര വലിയ ശമ്പളം ഇല്ലാത്ത ശരി 5000 ശമ്പളം എന്നെങ്കിലും വെല്ലില്ല, എത്ര വലിയ ഗവൺമെന്റ് ജോബ് ഇല്ലെങ്കിലും വെല്ലില്ല. ബറക്കത്തുണ്ടാ നെമ്മതിയോടെ മരിക്കതോളം നിന്റെ മോളായിട്ട് വിളിയുവാറ്. നിന്റെ പുള്ളിമാറ് നല്ല തീണ്ട മണമുള്ള പുള്ളിമാറാവാറ്. നിന്റെ തറവാടിയുടെ പ്രൗഢിയും നിന്റെ തറവാട് റൈസും മരിക്കതോലെ നല്ല പ്രോത്സലിച്ചു നിൽക്കൂ. അതുകൊണ്ട് നീ നോക്കനായത് സൗന്ദര്യ അല്ല, നീ നോക്കനായത് പൈസ അല്ല, അവന്റെ അകത്ത് വെളുപ്പമല്ല, അവന്റെ ബെഡ്റൂമിന്റെ അകല അല്ല, അവന്റെ ഔത്ര സ്ക്വയർ ഫീറ്റ് അല്ല, അവന്റെ പേരുള്ള പക്കത്തെ ലിസ്റ്റ് അല്ല, എത്ര എക്കറെ ഉള്ളത് ഉള്ള അവനുള്ള ജോബല്ല, അവന് കിട്ട ശമ്പളമല്ല, അവന്റെ മുട്ടമുള്ള ഡിഗ്രി അല്ല, മഞ്ഞിലാക്കി കൊടുക്കുമ്പോൾ നോക്കനായത് മുഹമ്മദുർ റസൂലുള്ളാഹി. ദീനുണ്ടാ
നിന്റെ മോൾ രക്ഷപ്പെടുവാൻ. അതില്ലേ വേറെ എന്തു എന്നിട്ടും മുറുക്കറിയില്ല. ഒരു പൊട്ടിക്കെന്ത് കിട്ടതുപോലെ, ഒരു പൊട്ടിക്കെന്ത് കിട്ടതുപോലെ, ഒരു സംശയം പൊട്ടിക്കെന്ത് കിട്ടതുപോലെ അവള് ഇന്നതിനും പോവും, നിന്റെ കുടുംബത്തെ നെമ്മതിയും പോവും, നിന്റെ പുല്ലുമാറ ഭവിഷ്യവും പോവും. കുറെ പഠിപ്പുണ്ടവണു, പഠിപ്പിന്നിട്ട് എന്താ നക്കി പേരുമായത് നിന്റെ മൂള് കുറു നല്ല മാപ്പില. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചില ക്വാളിഫിക്കേഷൻ, നിന്റെ മോള് കുറു നല്ല പെണ്ണ് പേന, മോള് കുറു നല്ല ആണ് പേന. ഒന്നാമതും രണ്ടാമതും മൂന്നാമതായിട്ട് നോക്കൂടരുത് ദീന്റെ മണമുള്ള കുടുംബമാ, നല്ല തറവാട്ടുകാരാ, റായത്തങ്ങല്ല നല്ല ഇസ്സത്ത് വെക്കിടങ്ങത്തെ ദീനുള്ള കുടുംബമാ, ഉസ്താദുമാറുമായിട്ട് നല്ല ബന്ധമുള്ളതാ. കാരണം ഉസ്താദുമാറുമായിട്ട് ബന്ധമുള്ള കാരണം ഇൽമയുടെ അഹ്ലുകാരത്തെ ബന്ധയിക്കിട് നല്ല കുടുംബത്തങ്കു അകല്ലേ ഈ ദുനിയാവില് വലിയ റബ്ബ് വലിയ ഫദ്ല് കൊടുത്തങ്ങാം. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഈമാനുള്ള കൂട്ടക്കാരിൽ വലിയ പവറുള്ള ആലിമീങ്ങാണ്ട് അല്ലാഹു ഖുർആനിൽ ചെന്നതായിട്ട് റായത്ത് ഖതീബ് റട്ട, റായത്ത് മുഅല്ലിം ഉസ്താദ് റട്ട, സദർ ഉസ്താദ് റട്ട, മുഅദ്ദിൻ ഉസ്താദ് റട്ട കേട്ടെങ്കിലും തൗട് ആ റായത്തെ ആ കുടുംബത്തെ വിഷയങ്ങാം. അതുകൊണ്ട് ഒന്നാമതും രണ്ടാമതുമായിട്ട് നോക്കണായത് നല്ല ദീനുള്ള കുടുംബമാ. എന്റെ കയ്യിൽ തന്നെ പൊടി കാസായ പണങ്ങ നോക്കുന്നത് തന്റെ സ്റ്റേറ്റസ് ദിവസത്തിലേക്ക് വേണോ. സ്റ്റേറ്റസ് നോക്കൂ, വേറെന്തും ടെൻഷൻ ഇല്ല. സ്റ്റേറ്റസ് നോക്കൂ, വേണ്ടാണ്ട് ചെല്ലില്ല. പക്ഷെ സ്റ്റേറ്റസ് ദിവസത് ദീന് കറക്റ്റ് ഉള്ളതുണ്ടാ എങ്കിൽ മാത്രമേ സ്റ്റേറ്റസ് നോക്കൂ. ഇല്ലെങ്കിൽ നിന്റെ ഉള്ളതെല്ലവും ബർബാദായി കണ്ടോണ്ടില്ലേ നാലുമോത്തും കേട്ടോണ്ടുള്ളത്. രണ്ട് വലിയ സ്റ്റേറ്റസ് ഉള്ളങ്ങത്തെ 10-14 മങ്ങിലാക്കിയങ്ങത്തെ എത്രയെത്ര കുടുംബത്തെ കഥങ്ങാം. ഒരു തിങ്കള് പോലും നീണ്ടു നിൽക്കൊണ്ടില്ലല്ലേ. ഒരു വർഷക്കും പോകും സാധ്യയില്ലാത്ത ദാമ്പത്യ ജീവിതം പരസ്പരം മുറിഞ്ഞിട്ട് കലഹത്തിലായിട്ട് അടിക്കുത്തായിട്ട് പരസ്പര രണ്ട് സന്തോഷത്തിലേക്കായ കുടുംബമാ. പരസ്പര അടിയും കുത്തായിട്ട് കേസും കോർട്ടുമായിട്ട് അലിഞ്ഞോണ്ടുള്ളത് നാലുമോത്തും കണ്ടോണ്ടില്ലേ. എല്ലാ അയലും പിന്നെ കേടാറ് പാവത്ത് താങ്ങും ബെൽതില്ല നല്ല ചെറുക കിട്ടിയാവോ. പിന്നാർക്ക് വേണു. അതുകൊണ്ട് ഒന്നാമതായിട്ട് നോക്കണായത് നല്ല പെണ്ണ്, നല്ല ആണ്. രണ്ടാമത് തങ്ങമങ്ങിലത്തെ ഡേറ്റ് ഫിക്സ് ആക്കിയിട്ട് പണ്ടുള്ള ഉസ്താദുമാരുടെ തങ്ങന്മാരുടെ കേട്ടിട്ടുള്ള നല്ല നല്ല നാളുണ്ടാ ചെന്നിട്ട് ഇടുക്കിട് ഫിക്സ് ആക്കിയോണ്ടുള്ളേ. ഇണ്ടകടല്ല ഹാലെപ്പ ഫ്രീ ഉണ്ടു അത് നോക്കിയിട്ട് ഇടുക്കിട് ഹാള് ഫ്രീ എന്ന നാള് നല്ല മങ്ങില. അത് ശനിയാസമ ചൊവ്വാസമ ഏത് ടൈം ആയെങ്കിൽ വെല്ലില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ പറയുമ്പോ നിക്കാഹെങ്കിലും ഒരു നല്ല ടൈം നോക്കിയിട്ട് ഉസ്താദ് കേട്ട് നടത്തണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയങ്ങത്തെ ബലിയാസങ്ങ, തിങ്കളാസങ്ങ, ബാലാസങ്ങ ആ ടൈമിലുള്ള നിക്കാഹ് വേണായിട്ട് യാറ് നോക്കണോ. ഉസ്താദുമാരട്ട ആ വിഷയത്തിൽ ചർച്ച ആകണോ. അങ്ങനെ ചർച്ച കിട്ടുമ്പോൾ മുസീബത്തെന്നും പറയാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതുപോലെ നമുക്ക് നടത്തുക സാധ്യവുള്ളൂ. ഇത് മങ്ങില ചെല്ലത് വലിയ ബറക്കത്തുള്ള ഒരു വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നന്റെ ചെറിയാന്റെ പരിപാടികം സുന്നത്ത് ഒരു ദാമ്പത്യ ജീവിതത്തെ ഒന്നാമത്തെ നാളത് ഒരു ആണും പെണ്ണും ഏതോ രണ്ട് വേറെ വേറെ കുടുംബത്തിൽ ഇന്നത്തെ ആണും പെണ്ണും ഒട്ട ഉടങ്ങത്തെ ഇടീ രണ്ട് കുടുംബ ഒന്ന ഉടങ്ങത്തെ ഒരു കുടുംബ ഉടങ്ങത്തെ
ഏറ്റവും വലിയ ബർക്കത്താകപ്പെട്ട നാള് ആ നാളെ ഹറാമ് കൊണ്ടും മുഴുകി പോകുതീറാ. മങ്ങിലത്തെ അവസ്ഥ മങ്ങിലത്തെ ഔത്തുറെ അവസ്ഥയാ. അതെന്തും ചെന്നിട്ട് തീരുക സാധ്യതയില്ല. അത്രയും നശിച്ചു പോയി. പണ്ടല്ല ഒരു മൂന്നാൾ മൗലുദു പിറ്റേണ്ടൊരു മങ്ങില, പിന്നെ ഈ ഭാഗത്തുള്ളൊരു താല. അങ്ങനെ മാത്രം ഇന്നേ ഇണ്ട് റബ്ബേ ബായിക്ക് കിട്ടാത്ത കുറെ പേരങ്ങ പല പല നിലക്കുള്ള അങ്ങനത്തെ അനാചാരങ്ങ. ആണും പെണ്ണും പരസ്പര കലർറങ്ങത്തെ എന്തെല്ലാം കൊണ്ടു നിറഞ്ഞു വീട്. അബ്ബ നല്ല നിസ്കരിക്കട ആചാറായിട്ടിക്കു, നാളുപെട്ട് ഹജ്ജിക്ക് വേണ്ടിക്കു. അബ്ബക്ക് പോലും നിയന്ത്രിക്കുക സാധ്യയില്ലാത്ത നിലയ്ക്ക് അതപ്പതിച്ചു പോയിട്ട് ഞങ്ങൾ ഔത്തരം എങ്ങനെയല്ല. നിങ്ങൾ ഒരേപോലത്തെ ഡ്രസ് ഇടൂ, എന്ത് വേണമെങ്കിൽ ആക്കൂ. പക്ഷേ അല്ലാഹുവിന്റെ ദീൻ ഹറാമാക്കിയതാകുതീറാ. അന്യ ആണും അന്യ പെണ്ണും സംഗമിക്കിടങ്ങത്തെ ഒരു അവസ്ഥ നിന്റെ റായത്തെ നിന്റെ ഔത്തരമങ്ങിൽ ഉണ്ടായി പോകുതീറാ. ബഹന്തിരണ്ടൊരു നല്ല മൗലീദ് നടത്താം. നല്ല ആൽമാറല്ല ദീപാടിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുള്ളൊരു മൗലീദ് മജ്ലിസ്. അതൊരു പ്രഹസനത്തിന് പേനായിട്ടല്ല, ഇവിടെ മൗലീദായോണ്ടുണ്ട്. പുതിയാമ്പിൽ നോക്കിയെങ്കിൽ അവനോടെ സലൂണിൽ പോയിട്ട് ചിറാ അവന്റെ മൗലീദ് ഉസ്താദ് വന്നിട്ട് പോയിട്ട് ബിസിമെ കൊണ്ടില്ലമുണ്ടേ. അങ്ങനല്ല, എന്ത് ബിസി നിങ്ങും ആ മൗലീദിൽ പുതിയാമ്പിൽ വന്നിട്ടൊന്ന് ദയിക്കണോ, ഔദ്ര പ്രധാനപ്പെട്ടങ്ങന്ന് വന്ന് ദയിക്കണോ. കാരണം നാലനടക്കിടങ്ങത്തെ എന്റെ കുടുംബത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടർണിംഗ് പോയിന്റ് ആയേ ചെണ്ട് കുടുംബത്തെ ഒന്നാകടങ്ങത്തെ ആ പുതിയാമ്പലുടെ ജീവിതത്തെ ഏറ്റവും മഹത്വമുള്ള ഒരു നാളായിട്ട് കിടന്നുകൊണ്ടുള്ളത് ആ ദാമ്പത്യ ജീവിത ചന്താവകും. അത് റബ്ബ് തൃപ്തിപ്പെട്ടതുപോലെയാവും. രണ്ട് കുടുംബത്തിന് വലിയ ഇസ്സത്തുള്ളവരുടെ പോലെയാവും. അതിലൂടെ പണ്ടങ്ങത്തെ മക്ക ദീനുകും ദുനിയാവുകും വലിയ ഹൈറായ മക്ക ഉടകും. ഇങ്ങനത്തെ എല്ലാ നീയത്തും വെച്ചിട്ടായിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുള്ള മജ്ലിസ് നടത്തരേ. ആ മജ്ലിസ് നല്ല മണലായിട്ടിട്ട് നല്ല റാഹത്തോട് കൂടി അതിൽ വന്ന് ദയിക്കണോ നീണ്, തൊപ്പി വെച്ച് ദയിക്കണോ നീണ്, നല്ല തണ്ണോട് ദയിക്കണോ. എന്നിട്ട് ഉസ്താദ് ദുആറുക്കുമ്പോ ചന്ത കൈ പിടിച്ചിട്ട് ആമീൻ ചൊല്ലണം. റബ്ബേ നിന്റെ ജീവിതത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടർണിംഗ് പോയിന്റ് ആയിട്ട് കിടത് ഇതൊരു നിലക്കും വെടക്കായി പോകുത്തീറാ. അങ്ങനെ എല്ലാ നിലക്കും നീ റെഡിയാവണം. അള്ളാഹുമായിട്ട് ഹബീബുമായിട്ട് ഒരു ബന്ധ ആ മണനിക്ക് എപ്പോഴും വേണം. ആ അള്ളാഹുടെ സഹായിന്നെങ്കിൽ മാത്രമേ നിന്റെ ദാമ്പത്യ ജീവിത ചന്തത്തിലും റാഹത്തിലും നടക്കൂ. ഉച്ചകല്ല മൗലീദാക്കിയാറ് ജാവുക ആർക്കെഷ്ടത്തങ്ങ വന്നിട്ട് പച്ച പച്ച ഹറാമ് പാടക തുടങ്ങിയാറ് നേട് കേൾക്കണത് മാത്രല്ല ഇടീ റായത്തെങ്കിൽ മ്യൂസിക് ഇട്ടിട്ടുള്ള പാട്ട് കേട്ടിട്ട് ഏറ്റവും ബറകത്താക്കപ്പെട്ട ജാവുക ഇടീ റായത്ത് ഹറാമ് വിതരണാക്കടകത്തെ ഉറകായിട്ടും നിന്റെ അക നശിച്ചു പോയെങ്കിൽ പിന്നെ കുടുംബ ബർബാദായെങ്കിൽ വേറെ ആരെ ചെന്നിട്ട് പറയില്ലേ. നിന്റെ ഔത്തുറെ മ്യൂസിക് പാട്ടിടേ ഔത്തിൽ വന്ന കുറെ മുഅ്മിനീങ്ങളുള്ളാർ ഇതിന്റെ പച്ച ഹറാമായ മ്യൂസിക് പാട്ടിട പിറക്കിടകത്തെ കുറെ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും നിന്റെ ഔത്തുക്ക് വന്നറാർ. അവിടെ നിന്റെ ഈ മ്യൂസിക് പാട്ട് ഏതൊരു ആണും ഏതൊരു അന്യ പെണ്ണും പരസ്പരം പിടിച്ച് തുള്ളുടങ്ങത്തെ അശ്ലീലമായ ഹറാമായ മ്യൂസിക് പാട്ടുക നിന്റെ ഔത്തരങ്ങനെ വിതരണാക്കടെ. ബറക്കത്ത് റഹ്മത്ത് മലക്കുകൾ ഉറയനായ ഈ സുന്നത്ത് നിബിധങ്ങളെ സുന്നത്തെടുക്കുക വേണായിട്ടും ഒരുങ്ങിട്ടുള്ള ഔത്തരേ മൈക്കിൽ ഇങ്ങനെ കേൾക്കടി റായത്ത് മ്യൂസിക്കയുടെ പാട്ട് വിതരണ. എത്ര വലിയ മുസീബത്ത് പിടിച്ചങ്ങനത്തെ ഒരു ദുനിയാവായി
സാധ്യമുണ്ടാ ഏതെങ്കിലും ബുറുദമ അല്ലെങ്കിൽ എന്തെങ്കിലും നിബിത്തങ്ങള മദ്ഹ സാധ്യമെങ്കിൽ മാത്രമല്ല ബേനുണ്ടല്ല അതല്ല ആക്കിയോടല്ല ഉസ്താദ് അത് ചെന്നൊരു ബുറുദാക്കില്ലെങ്കിൽ ആവാല ആണെന്തില്ല താക്കത്തിനെങ്കിൽ ആക്കണുണ്ട് എന്തില്ല അതെല്ലാം നിർബന്ധമായ വിഷയം എന്തോ അല്ല. ഇന്ന് മൗലൂദിക റായത്തങ്ങളെല്ലാം വിളിക്കണോണ്ടില്ല, ഉസ്താദും വിളിക്കണോണ്ടില്ല. നിങ്ങൾ മാത്രം വെച്ചിട്ട് ഓതിങ്കം ഒരു മൗലിദർ ബറക്കത്ത് കിബിനായിട്ട് പണ്ടത്തങ്ങളെല്ലാം അങ്ങനെ നടത്തിയോണ്ട് വന്നാറ് സാധ്യം നിങ്ങൾ ചന്തത്തിൽ ഓതുറോ ഉത്തരം വെച്ചിട്ടുണ്ടോ അത് റായത്തങ്കല്ല ചോറ് കൊടുക്കണോ എല്ലാവരും വിളിക്കണോ വിളിച്ചില്ലെങ്കിൽ ഗുൽമാൽ അങ്ങനത്തെ ഒരു വിഷയമില്ല ഇസ്ലാമിലതില്ല. ഇസ്ലാമിൽ അങ്ങനെ വേണോണ്ടേ ഇല്ല. നല്ലതെന്തെങ്കിലും അണ്ടർ സന്തോളത്തിന് വേണമായിട്ട് പാടരെങ്കിൽ ഓക്കേ. അത് വിട്ടിട്ട് ഹറാമായ പാഠങ്ങൾ കൊണ്ട് നിങ്ങൾ അകമലീമസമാക്കണ്ട, ബെടക്കാക്കണ്ട. ചന്തത്തറാവു റഹ്മത്തര മലകനായ ജാവു കുറെ ഹറാമ് കൊണ്ട് നശിപ്പിക്കണ്ട. നിങ്ങൾ മെഹന്തിയാ കുറു വേറെ എന്ത് വേണമെങ്കിലും ആ കുറു. പിന്നെ കുറെ പക്കത്ത് ഹളതി തുടങ്ങിയിട്ട് പിന്നെ കുറെ പക്കത്ത് അറേബ്യൻ നൈറ്റൂല എന്തെല്ലാം കെട്ടുക ആക്കില്ലെങ്കിൽ എന്തമാ വലിയ മുസീബത്ത് വന്നതുപോലെ അങ്ങനത്തെ കുറെ കെട്ടുക. അനകത്യത്തെ വെറോത്തുലിയാറ പോകണ്ട. കുറെ അനകത്യങ്ങൾ ആളുകൊന്നൊന്നും കൊന്നോണ്ടുള്ള കേരളത്തെ ഏതോ വ്ളോഗർസുമാർ അങ്ങനമാകിട്ട് യൂട്യൂബിൽ ഇടാറ്. അത് ഫസ്റ്റ് സ്വീകരിക്കണം ഞങ്ങളെ ബാരിങ് അല്ലേ. അവിടെ എന്തെങ്കിലും പുതിയ കണ്ടെങ്കിൽ അത് രണ്ടൗത്ത് മംഗലത്തിൽ വേണം. പിന്നൊരുത്തി നാളെ വേറൊന്ന് പുതിയ ഉണ്ടാക്കിയിട്ടാല് അതും രണ്ടൗത്തിൽ വേണോ. പിന്നെ കൊണ്ടുണ്ടാക്കിയാല് അതും ഞങ്ങളൗത്തിൽ വേണോ. കേരളത്തെ പണ്ടേ എല്ലാ ഹറാമിയത്തും എടുക്കണുണ്ടല്ല. ആലിമീങ്ങളും സാദാത്യങ്ങളും ചെണ്ടേ നല്ലതെല്ലാം എടുക്കൂ. പക്ഷേ അത് കൊണ്ട് കുറെ ഹറാമിയത്ത് നണ്ടൗത്തിലുണ്ടാക്കിയിട്ട് നശിപ്പിക്കുകയായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുക. അനകത്തെ കുറെ ഇസ്ലാമിന്റെ സൗന്ദര്യം എന്തരേ അനകത്തെ ദൂറാക്കണു. കുറേ വേണ്ടാത്തിറങ്ങ അപ്പ ചെന്നും കേൾക്കില്ല, മൂത്തുണു ചെന്നും കേൾക്കില്ല. കുറെ പെണ്ണി അതൊക്കെ പേനായിട്ട് തുള്ളിയോണ്ടിക്കടേ അങ്ങളൗത്താക്കിയിട്ടില്ലേ ഞങ്ങളൗത്താക്കിയെന്തേ കുറെ ആളുകൾ ഇപ്പോഴേക്കും ഈ ഉസ്താദ് ഏത് കാലത്തിലുണ്ടോ ഏത് കാലത്ത് വേണമെങ്കിൽ നക്കും നിക്കും എല്ലാവർക്കും പോകുള്ളത് പണ്ടത്തെ മനുഷ്യന്മാര് പോയാതെ കബറുകു എല്ലാവർക്കും അവിടെ പോയിട്ട് റബ്ബിടത്തെ ഉത്തര ചൊല്ലുകൊണ്ടു ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ലാഹു തആല ഖുർആനിൽ ചെന്നതായിട്ട് നീ കേട്ടതും നീ കണ്ടതും നീ ആക്കിയതും നീ ചിന്തിച്ചതും പ്രതീവൊന്നും നാളെ ആഖിറത്തിൽ റബ്ബുടെ മുന്നോണിക്ക് ഉത്തര ചൊല്ലണു. തന്റെ ഇടമുള്ള ബാപ്പമാരുള്ളാറാ നല്ല ഗണ്ഡസ്ഥികമുള്ള പാലക്കാറ് മൂത്തങ്ങമാറുള്ളാറാ നണ്ട ഉത്തര മങ്ങിൽ തിരിങ്ങും ഹറാമും നടക്കുക തീരാ. മോളുടെ മങ്ങിലെ ഫിക്സാക്കിടണ്ടവത്തിൽ വന്നിട്ട് ദേ പാടണം എല്ലാരെയും. എന്നിട്ട് പാപ്പ ഓർഡർ ഇടണു. തന്റെ ഇടമുള്ള പാപ്പമുണ്ടാം, ആണത്വമുള്ള തന്റെ ഇടമുള്ള പാപ്പമാറുള്ളാറാ, നല്ല ഹിരിതനമുള്ള പാലക്കാറുള്ളാറാ. അല്ലാഹുടെയും റസൂലുടെയും ആ റബ്ബനങ്കുതം ദീന്റെ ഇഷ്ടപ്പെടുകയും പാലക്കാറുള്ളാറാ. എന്നിട്ട് നിന്നിട്ടൊരു ചെലുത്ത് ചെല്ലണോ, ഉമ്മടെ ദൈപ്പാടണോ, പെങ്ങന്മാരെ ദൈപ്പാടണോ, എന്റെ പെഞ്ഞീടും ദൈപ്പാടണോ, മക്കളും ദൈപ്പാടണോ. എന്നിട്ടൊരു ചെലുത്ത് ചെല്ലണോ. റബ്ബുടെയും അല്ലാഹുടെയും റസൂലുടെയും പൊരുത്തപ്പെടുകയല്ലാണ്ട് രണ്ടൗത്തര മംഗലത്തിന് നടക്കില്ല. എത്ര വേണമെങ്കിലും സന്തോഷിക്കണം, എത്ര വേണമെങ്കിലും ആഘോഷിക്കണം, എത്ര വേണമെങ്കിലും സന്തോഷം
സന്തോഷിക്കണോ, എത്ര വേണമെങ്കിലും കുസിപ്പെടണോ, പക്ഷേ അല്ലാഹുവും അവന്റെ റസൂലും തൃപ്തിപ്പെടാത്തതൊന്നും ഈ മഞ്ഞത്തിൽ നടക്കില്ല. അങ്ങനെങ്കിൽ ഞാൻ ഈ മഞ്ഞത്തെ കൊല്ല ഇല്ലെങ്കിൽ ഇതിക്ക് നന്റെ കിട്ടാല ഞങ്ങളെ ചെന്ന് പോയിക്കോണു. പിന്നെ ഒരു ഹറാമിയത്ത് നടന്നപ്പോ ചെന്ന പോലെ കേക്കില്ല ഉസ്താദേ, അത് നടക്കില്ല ഉസ്താദേ, ഇപ്പൊ എന്നിങ്ങ കേക്കന്റെ ഉസ്താദേ എന്ന് പാടിട്ട് റാഗപലിച്ചിട്ടൊരു കാര്യവുമില്ല. നാപ്പിന്നതുപോലെ നിന്റെ പെഞ്ഞി കേട്ടില്ലെങ്കിൽ, നാച്ചെന്നതുപോലെ നിന്റെ മോള് കേട്ടില്ലെങ്കിൽ, നാച്ചെന്നതുപോലെ നിന്റെ പെങ്ങള് കേക്കില്ലാണ്ടായെങ്കിൽ ഞാൻ ഈ ദുനിയാവില് ജീവിച്ചിട്ട് എന്ത് കാര്യമുണ്ട് മനുഷ്യന്മാരെ? കേക്കുണങ്ങ നിങ്ങൾ കേക്കടാറ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഹറാമിയത്ത് നിങ്ങൾ കൂട്ടിരിക്കുക തീരാ, ഒരു ഇസ്രാഫും വന്നു പോകുക തീരാ. സന്തോഷിക്കൂ, ആഘോഷിക്കൂ. എത്ര നല്ല ദീനിയായ കുടുംബം ഇല്ലേ, അങ്ങനത്തെ സന്തോഷിക്കില്ലേ, അങ്ങനത്തെ ആഘോഷിക്കില്ലേ, അങ്ങനത്തെ സന്തോഷമില്ലേ? ആണും പെണ്ണും ഒട്ടിക്ക് നിന്നിട്ട് ഡാൻസ് ആക്കിങ്ക മാത്രമാ സന്തോഷം. വിലവെളിയ ഹാജാർ മക്ക, റായത്തെ വിലവെളിയ ഹാജാർ, റായത്തെ വിലവെളിയ ഉസ്താദുമാർ ആലിമീങ്ങളുടെ കുടുംബത്തിലും ഉണ്ട്. എല്ലാം ഒരുപോലെയായി പോയിടാറുണ്ട്. ഖിയാമത്ത് നാളുടെ അടയാളല്ലാണ്ട് എന്തൊരു ചെല്ലട്ടി ഈ റായത്ത് ഒരു ആചാറും ഒരു ആലിമും ഒരു ഉസ്താദും നക്ക് കുറിച്ചില്ലാത്തത് കൊണ്ടു നിങ്ങൾ നടന്നിട്ട് ഞങ്ങൾക്ക് വേറെ ചൊല്ലു. എന്റെ വിളിച്ചിറത് ദീന് ചെല്ലുക വേണായിട്ടല്ലേ, ചെല്ലണായതിനാണ് ചെല്ലണയല്ലേ. അതുകൊണ്ട് ചെന്നോണ്ടുള്ള ഇന്നത്തെ കാലം നശിച്ചു പോയത് ആലിമീങ്ങളെ കുടുംബത്തിലും ഹജാർമാരെ കുടുംബത്തിലും തങ്ങന്മാരെ കുടുംബത്തിലും ഹറാമ് കൊണ്ട് നിറഞ്ഞു പോയ മങ്ങിലക. വലിയ ഹാജറൂല, വലിയ ലീഡറൂല, പള്ളിയുടെ വലിയ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറൂല, കമ്മിറ്റിയിലെ വലിയ ആളൂല. പക്ഷേ അവന്റെ മങ്ങിൽത്തലും അവന്റെ മോളുടെ മങ്ങിൽത്ത നിയന്ത്രിക്കുള്ളൊരു തണ്ടേടാം അവന് ഇല്ലാണ്ടായി പോയ ദുനിയാവ്. ഇത് വല്ലാത്ത ദുനിയാവല്ലേ. സ്വന്തം മോളുടെ മങ്ങിൽത്തിൽ നിയന്ത്രിക്കുക സാധ്യയില്ലാത്ത അപ്പമാർ ജീവിച്ചുകൊണ്ടുള്ള കാലം. സ്വന്തം പെങ്ങളെ മങ്ങിൽത്ത് അനാചാരങ്ങൾ നിയന്ത്രിക്കുക സാധ്യയില്ലാത്ത ആണിങ്ങ ജീവിച്ചോട്ടിക്കിടങ്ങാത്തവർ കാലം. ഇത് വല്ലാത്തവർ ദുനിയാവല്ലേ, ഇത് ഖിയാമത്ത് നാളുടെ അടയാളല്ലേ, ഇത് വലിയ മുസീബത്തല്ലേ, ഇത് വല്ലാത്തൊരു മുസീബത്തല്ലേ. അതുകൊണ്ട് തന്റെ ഇടമുള്ള ബാപ്പമാരുള്ളാറാ, ഹിരിയങ്ങളുള്ളാറാ, ഈ നിമിഷം തീർമാനിക്കൂടും നിന്റെ റബ്ബും നിന്റെ ഹബീബും ഇഷ്ടപ്പെടാത്തതും നിന്റെ ഉത്തര മങ്ങിലത്തിൽ നടക്കാല. നിന്റെ ജീവ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അവകാശം കൊടുക്കാലേ. അതൊക്കെ അവകാശം കൊടുക്കുക. ഇന്ന് മഞ്ഞളിട്ടോളൂ, ചോപ്പിട്ടോളൂ, എത്ര വേണം കിട്ടോളൂ. പക്ഷെ ആണും പെണ്ണും കളർ കുത്തിയറ. അന്യ ആണും അന്യ പെണ്ണും പരസ്പരം മിക്സ് ആയിട്ടുള്ള ചിരിയും കളിയും തമാശയും ഡാൻസും പച്ച ഹറാമായത് അതൊരിക്കലും നിന്റെ മങ്ങിലത്തെ ലൈറ്റ. അത് നീನು ಹೊಣೆ, ഒരു സംശയവും വേണ്ട. അത് വീട്ടുകുടുംബത്തുക വീട്ടുകുടുംബത്തുക പോണായതാറി പുതിയ അമ്പല അവന്റെ പെഞ്ഞയുടെ നോക്കുക പോണ്ടേ. വേണമെങ്കിൽ പെണ്ണിടെ എലോണ മൂത്തണ പാപ്പമ മഹറമത്തായ ഒരാളിന്നെങ്കിൽ ഓക്കേ. അത് വിട്ടിട്ട് പുതിയ ആമ്പിലാട്ട കൊണ്ട് കുറെ ചങ്ങായി മാറുമ്പോണ്ടേ. അങ്കും ചങ്കില്ല, കൊമ്പുണ്ട് ഊണുകും ചങ്കില്ല, ലജ്ജയില്ലാത്ത ദുനിയാവ്. നിന്റെ പെഞ്ഞൈ ചങ്ങായി മാറിയ കാട്ടിട്ട് സുഖിക്കുള്ളതെല്ലാം നിന്റെ പെഞ്ഞൈ ജീവിതത്തിൽ ഏറ്റവും സൗന്ദര്യവതിയായിട്ട് നിക്കിടകം തട്ടേമത്. നിന്റെ പെഞ്ഞൈ ജീവിതത്തിൽ ഏറ്റവും വലിയ സുന്ദരിയായിട്ട് ചമഞ്ഞിട്ട് രയിക്കണതിച്ചിട്ടിക്കണായ ടൈമത്. ആ ടൈമോൾ അത്രയും ചമച്ച് വെച്ചിട രഞ്ജി കൊണ്ടുണ്ടാ പുതിയാമ്പുലയായ എനിക്ക് കണ്ട് സന്തോഷിക്കുകയും നിന്റെ ചങ്ങായിമാരെ കണ്ട് സന്തോഷിക്കുകയല്ല,
നിന്റെ ചങ്ങായിമാർക്ക് സുഖിക്കുകല്ല, നിന്റെ ചങ്ങായിമാർക്ക് കാട്ടിട്ട് എന്റെ പെഞ്ഞ ഞങ്ങളുള്ള ആളുകളുടെ ഡെയിലാകടി കിടങ്ങമത്തെ ഏറ്റവും നീചനായ തേർഡ് ക്ലാസ് മനുഷ്യനായി പോകത്തീറോ. തമ്മാടികളെ പണികൾ നീ പോകത്തീറ, തമ്മാടികളെ പണികൾ നീ പോകത്തീറ. ഒരു പെണ്ണ് നോക്കിയുണ്ടായെങ്കിൽ ആ ഫോട്ടോ നോക്കൂ. എങ്ങനെയുള്ള ആള്, എങ്ങനെയുള്ള ആള്. ഇത് ദുനിയാവുക നിന്റെ പെഞ്ഞിയുടെ കാട്ടറേ ഏറ്റവും വലിയ ലജ്ജയില്ലാത്ത പണിയത്. പിന്നെ ആ മനുഷ്യൻ നിന്റെ പെഞ്ഞിയുടെ പിറവത്തിൽ പറയേണ്ടത് ഇന്നത്തെ കാലം അങ്ങനല്ലേ, മുസീബത്ത് പിടിച്ച കാലല്ലേ. അതുകൊണ്ട് ചെന്നുകൊണ്ടുള്ളേ വീട്ടുകൂടറ ടൈമിലു ಹಿರಿಯಂಗ ಅದಕ್ಕೆ ಬೇನ್മായ അറേഞ്ച്മെന്റ് കറക്റ്റ് ആകണോ. അവിടെ ആണ് പോണ്ട ടൈമിലും പെണ്ണുങ്ങളെല്ലാം നിറഞ്ഞിട്ട് പൊപ്പയിടറങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുപോലെ നോക്കണോ. കുറെ ഉസ്താദുമാറിയും നല്ല ഈമാനുള്ള തറവാടുള്ളത് നടന്നുകൊണ്ടുണ്ട്. അത് എങ്ങനെയായിട്ട് കേട്ട് പഠിക്കണോ ആ വീട്ടുകൂടറ ശൈലി. അത് വിട്ടിട്ട് പരസ്പരം എല്ലാരും ബൊപ്പയിട്ടിട്ട് എന്തെല്ലാം അനാചാരമായ നിലക്കുള്ളൊരു വീട്ടുകൂടൽ അതിന് ഇപ്പാട്ടണ മുഅ്മിനീങ്ങളെ. ഒരാണ് അവന്റെ പെഞ്ഞയുടെ അവന്റെ പെണ്ണുടെ നിക്കാഹായൽ പിന്നെ ഹലാലായൽ പിന്നെ ഫസ്റ്റ് കണ്ടങ്ങനത്തെ ടൈമല്ലേ അത്. വലിയ ബറക്കത്തുള്ളങ്ങനത്തെ ടൈമല്ലേ അത്. തലക്ക് കൈ വെച്ചിട്ട് ദുആർക്കനായ ടൈമല്ലേ അത്. ആ ടൈമിലായിട്ട് ഇന്ന് അനാചാരല്ല വലിച്ചിട്ടിട്ട് കുറെ പൊപ്പയിട്ടിട്ട് കുറെ പെണ്ണുങ്ങളെ വലിയ അറബായിട്ടിട്ട് ഏറ്റവും നീചമായ നിലക്കുള്ള വീട്ടുകൂടലാക്കിട്ട് ഫസ്റ്റിട മിലനം, ഫസ്റ്റിട കാണല്, നിക്കാഹിൽ പിന്നെ പെണ്ണിടക്കാണ്ട് ഫസ്റ്റിട കാണല് ഏറ്റവും സെക്കായ നിലക്കാക്കി പൊട്ടോണ്ടായെങ്കിൽ അത് വലിയ തകരാറ് സംഭവിക്കൂ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ടൈമിൽ ചിലനായ സിക്കറെല്ലാം പഠിച്ചു പോകണം, ഫസ്റ്റിക്കേ പഠിക്കണോ. ഹാള് ബുക്ക് ആകുമ്പോഴത്തേക്ക് അതെല്ലാം പഠിക്ക തുടങ്ങണോ. ഇതെന്റെ സുബൈ വന്നിട്ട് ഉസ്താദ് എന്നാ അവിടെ പോയിട്ട് കോപ്പി അടിക്കണം, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെല്ലണം. അങ്ങനത്തെ ചെറിയ സിക്കറെല്ലാം ഉണ്ട്. ആണും പെണ്ണും ഫസ്റ്റ് നൈറ്റ് ചെല്ലണായകത്തെ ഫസ്റ്റ് കാണുമ്പോ ചെല്ലണായ വേണമെങ്കിൽ യാറെ പഠിക്കാത്തവണെല്ലാം ആയിട്ടില്ലെങ്കിൽ ആ നിക്കാഹിന്റെ സ്വീകരണത്തിൽ പഠിച്ചു വെക്കണം. ഉസ്താദ് ചൊല്ലുമ്പോഴത്തേക്ക് ഓരോരുത്തരെ ചെലുത്ത് കേട്ടിട്ടായെങ്കിൽ അറബി പണ്ടില്ല മനുഷ്യന്മാരെ 5 വർഷം മദ്രസ പഠിക്കണവള, 7 വർഷം മദ്രസ ചെന്നു കൊടുത്ത അറബി സമാത്ത് ചെന്നു കൊന്നില്ല. അങ്ങനത്തെ കുറേ പഠിച്ചു പോകണം. 2 സുബൈ വന്നിട്ട് ഉസ്താദ് എഴുതി തരും. 2 സുബൈ വന്നെങ്കിൽ അവിടെ എന്തിരിത് ബാക്കിയുള്ള തിങ്കള് കെട്ടല 3 തുടങ്ങിയിട്ട് കിടാ. അങ്ങനത്തെ കുറേ പ്രാഥമികമായ വിഷയമുണ്ട്. അത് ഉസ്താദുമാരട്ടെ കേട്ടിട്ട് പഠിക്കണോ. അങ്ങനെ നല്ല നിലക്കുള്ളൊരു വീട്ടുകൂടലാവണോ. താള പോലത്തെ അങ്ങനത്തെ അതിപ്പോ ഞങ്ങൾ റായത്തല്ല ഇന്ന് വേണ്ട ചെന്നെങ്കിൽ നടക്കേണ്ടതേക്കില്ലേ. പക്ഷെ അതിലും ഇസ്രാഫ് അവിടെ പോലെയുള്ള ആഹാരങ്ങ നിങ്ങൾ എത്ര വേണമെങ്കിൽ നല്ല ഗമ്മത്താകുറും മഞ്ഞൾ തണ്ടും താളത്തുകും നോൾ തണ്ടും നല്ല ആടറ ഇറച്ചി കൊടുക്കുറു, നല്ല മിഠായിക്കുറു, നല്ല ജിലേബിയെ ബൈക്കുറു, നല്ല ഐസ്ക്രീം കൊടുക്കുറു. ഒരു തൊന്തരയുമില്ല. നിങ്ങൾക്ക് നല്ല താക്കത്തുണ്ടാ. നിങ്ങൾക്ക് താക്കത്തുള്ളെങ്കിൽ നല്ല ഫുഡ് അതിഥികൾക്ക് കൊടുക്കുള്ളൂ. വലിയ വിഷയമല്ലാതെ
താക്കത്തില്ല കൊടുത്തത് നോക്കിയിട്ട് കുറെ കടകാക്കിട്ട് തലകി ബലിച്ചിട്ട് അകത്തിയില്ല. ಹಾಸಿಗೆ ಇದ್ದಷ್ಟು ಮಾತ್ರ ಕಾಲು ಚಾಚಿದರೆ ಸಾಕು. ಅನಗತ್ಯಕ್ಕೆ ಕೈ ಹಿಡಗೋ പോയിട്ട് ലാസ്റ്റിಗೆ കുറെ ടെൻഷൻ എടുത്തിട്ട് ജയിക്കണ്ട നീട് ഞങ്ങളെ ഔത്തുള്ളൂ നന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നന്റെ കയ്യിലുള്ള എമൗണ്ടിന് അനുസരിച്ചിട്ട് ഏത് നീലക്ക് സരളമായിട്ട് നടത്തുക സാധ്യപ്പെടാം. അങ്ങനെ സരളമായിട്ട് നടത്താം. ഇല്ല തെല്ല് പൈസ എല്ലാം ഉണ്ടെന്നാണ് തെല്ല് പൊടി കാസുണ്ടോണോ നന്റെ ഔത്തുക്ക് പണ്ട് ഗസ്റ്റുമാരും തെൽ ബലി ബലിയാകാം. അപ്പണക്ക് തെല്ല് എക്സ്ട്രാ മിഠാക്കണോടു, എക്സ്ട്രാ ഐസ്ക്രീം കൊടുക്കണോടു, എക്സ്ട്രാ സ്വീറ്റ് കൊടുക്കണോടു. ചാവുക്ക് പുതിയ അമ്പലം വന്നപ്പോ ജന്റെ എന്നടപ്പതിൽ യാറാക്കണോടു. അതൊക്കെ എന്തും വിളങ്ങിയതല്ല, നല്ലതൊന്നും കൊടുക്കണ്ടാണ്ട് ചെന്നതല്ല. നിങ്ങൾക്ക് താക്കത്തുള്ളത് ഇസ്രാഫാവാത്തതുപോലെയാ കുറുണിയ. പക്ഷെ അനാചാരത്തിന് നിങ്ങൾ പോകണ്ട. പുതിയാമ്പുല ഫസ്റ്റ് നൈറ്റ് പേനായിട്ട് പുതിയ പെണ്ണ മുട്ട പണ്ടങ്ങനത്തെ താളാം. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സൈറ്റഡ് ആയുടങ്ങനത്തെ ഒരു ടൈമായിട്ട് വലിയ അവനൊരു വലിയ കാത്തോണ്ടുള്ളങ്ങനത്തെ ടൈം അത്. ആ പെണ്ണാൻ വലിയ കാത്തോണ്ടുള്ളങ്ങനത്തെ ടൈം അത്. ആ ടൈമില് ചങ്ങായി ായിട്ട് കിടണങ്ങാം. തെല്ലെന്തെങ്കിലും കുസാല് പലക പറയാ വിഷയല്ല. തെല്ലെന്തെങ്കിലും കുസാലാക്കാ അത് വേണ്ടാണ്ട് ചെന്നതല്ല. തെല്ലെന്തെങ്കിലും ഞങ്ങൾ തമാശാക്കിയല്ലോ അത് വേണ്ടാണ്ട് ചെന്നതല്ല. അത് വിട്ടിട്ട് അവിടെ പോയിട്ട് ഉപദ്രാക്കടതും അവിടെ പോയിട്ട് വേണ്ടാത്ത നിലക്ക് അശ്ലീലമായ പദ യൂസാക്കടതും പെണ്ണിടെ റൂമിൽ പോയിട്ട് തെച്ചിട്ട് വേണ്ടാത്ത ഉപദ്രാക്കടതും ഇങ്ങനത്തെ അരോചകമായ നിലക്ക് ആ കുടുംബത്തിൽ മടക്കിടത് പോലെ ആ പെണ്ണും ആണും വലിയ മനസ്സുക ബേജാറവിടത് പോലെ ആ കുടുംബത്തിന് മുമ്പലാക്കിടത് പോലെ ഏതെങ്കിലോ ധിക്കാരികളായ മനുഷ്യന്മാര് കാട്ടിറങ്ങത്തെ അശ്ലീല നൃത്യങ്ങൾ അതൊരിക്കലും ഞങ്ങളെ ഈമാനുള്ള കൂട്ടക്കാർ ആക്കി പോകുതീറാ. ഓ പുതിയ അമ്പുലേ, നിനക്ക് നല്ല ചങ്ങായിമാരില്ലെങ്കിൽ ഒരിക്കലും മംഗലാകാലം. അതുകൊണ്ട് നിന്റെ ചങ്ങായിമാര് നല്ല ചങ്ങായിമാരാവണം. നല്ല ചങ്ങായിമാരെയായിട്ട് കിടനീ തേടണായത് എങ്കിൽ മങ്ങിൽ തന്റെ നിന്റെ ഹെയർ സ്റ്റൈൽ നല്ല ഹെയർ സ്റ്റൈൽ മാന്യമായതായിട്ടിക്കും. മങ്ങിൽ തന്റെ നിന്റെ ഡ്രസ്സ് നല്ല മാന്യമായ ഡ്രസ്സായിട്ടിക്കും. മങ്ങിൽ തണ്ട് നിന്റെ മോത്തുലുത്തെല്ലെങ്കിലും ചന്തത്തെ താടി കാണും. മങ്ങിൽ തണ്ട് നല്ല ഈമാനുള്ള മുഖ നിന്റെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. മഞ്ഞിൽ തണ്ട് താളത്ത് പോകുമ്പത്തുക മാന്യന്മാരായ ഒരു ബാലക്കാര് നിന്റെ ഒട്ടികയ്ക്കുവാർ. മാന്യന്മാരായ കുറിയ ബാലക്കാരിക്ക് വാറി അകൈകത്തെ വേണ്ടാതറത്ത് എനിക്കിടങ്ങല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായ കുറിയ ബാലക്കാർ രാമിഞ്ഞാണ്ടി അല്ല കുടുംബത്തിൽപ്പെട്ടവർ ഒരു താളത്തുക പോയിട്ടില്ല. കാരണം മങ്ങിൽത്തുക പോകായിട്ടില്ല, അതിന് മുന്നോൾ തന്നും പോകായിട്ടില്ല. വളരെ അടുത്ത കുടുംബമായതുകൊണ്ട് മുന്നോൾ തണ്ടും മണ്ടും ഞാൻ ഉത്തര കർണാടകത്തെ ആ ഭാഗത്തായതുകൊണ്ട് അണ്ടി റായത്തിൽ ഉള്ളത് കൊണ്ട് കുറെ ഒറ്റയാകുമ്പോ പോണല്ലേ. പ്രത്യേകിച്ച് പെഞ്ഞയുടെ കുടുംബെല്ലാമ്പത്ത് പോയില്ലെങ്കിൽ പിന്നെ അങ്ങനെ പോയിട്ടാകുമ്പോഴത്തേക്കും ഒരു 10 പാലക്കാറുള്ള അതൊരു 5-6 പാലക്കാർ, ഒരു 5-6 പാലക്കാർ നല്ല മാന്യമായതിൽ താടിയും തൊപ്പിയും ഒരു കോലള്ളത്തിൽ മട്ടത്തിൽ കാണും. ബാക്കി ഒരു 10 പോണഞ്ചി ഞങ്ങള് മുട്ടം പണ്ടില്ല കോലം വികൃത ഓരോന്നൊരു മുടി ഇങ്ങനെ എഞ്ചിട്ട് തിരിച്ചിലിട്ടിട്ടുണ്ട്. നമുക്ക് ഞങ്ങളെ മുട്ട പറകെ ഒരു ചൈങ്ക. കാരണം ഞങ്ങളെ പാൻറ്റും ഞങ്ങളെ ടീഷർട്ടും ഞങ്ങളെ മുട്ട പണ്ട കോലത്ത് ഞങ്ങൾ ഇല്ല. അത് അവണിക്ക് കൊന്തുണ്ടു. ഈ 10 പോണഞ്ച് മുട്ട വന്നിട്ടേ ഇല്ല. കോലത്തിൽ നിന്നത് മാത്രം 5-6 ആൾമാർ വന്നറിച്ചാറ് ചെന്നത് പലക്ക് പറഞ്ഞാറ് പോയാറ്. എന്നിട്ട് നിങ്ങളെ കേട്ട പലക്ക് പറഞ്ഞാറ് മട്ടത്തിൽ ബാക്കി ആൾമാർക്ക് ഞങ്ങളെ മുട്ട വന്നിട്ട് നിൽക്കുക പേടി. അവന്റെ കോല സമയം അവന് ഗൊಂತುಂಡು ನಾನು ಈ ಕೋಲത്തിൽ ഉസ്താദರ മുട്ട ദിക്കു സാധ്യയില്ലാത്ത
നന്റെ ഈ മുഖ, നന്റെ ഈ സൊഡു, നന്റെ ഈ മുടി, നന്റെ ഈ ഹെയർ സ്റ്റൈൽ, നന്റെ ഈ ചട്ട, നന്റെ ഈ പാന്റ്, ഈ കോലത്തിൽ ഉസ്താദിനെ മുട്ടനിക്കു എങ്കിൽ നാളെ നീ മരിച്ചു പോയെങ്കിൽ നിന്റെ മയ്യത്തെടുത്തിട്ട് ഖബറിൽ കൊണ്ടല്ലേ മനുഷ്യ, അവിടെ നിന്റെ മുട്ട നിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്റെ ഖബറിൽ നിന്റെ മുട്ട പറകൊണ്ടല്ലേ ആ ഹബീബിന്റെ മുട്ട നീണ് നിന്റെ ഈ സൊഡ് വെച്ചിട്ട് നിൽക്കണല്ലേ ഇതേ മുഖ ഹബീബിയുടെ മുന്നോള് നീ എങ്ങനെ കാട്ടറ എന്തുമില്ലാത്ത നല്ല മുന്നോളിക്ക് പറകു ചെങ്കായോണ്ടുണ്ടല്ലേ ആലിമീങ്ങളുടെ ബന്ധമില്ലാത്തത് കൊണ്ട് ദീന്റെ മണയില്ലാത്തത് കൊണ്ട് നല്ല ചങ്ങായിമാരില്ലാത്തത് കൊണ്ട് തമ്മാടിത്തരത്തെ പെറോത്തുള്ള നടന്നത് കൊണ്ട് വേണ്ടാത്ത നിലക്ക് ഡ്രസ് കോഡും ഹെയർ സ്റ്റൈലും വെച്ച് നടന്നത് കൊണ്ട് ഞങ്ങളെ ഈ ഡ്രസ് റമനോള് പറകു ചങ്ങയല്ലേ എങ്കിൽ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടനാലെ ഖബറിൽ ഇങ്ങനെ പോയിട്ടിരിക്കണോ എന്തായിട്ടിക്കും നിന്റെ അവസ്ഥ ആ ഹബീബ് നിന്റെ മുഖം കാട്ടണ്ടേ ക്ലീൻ ഷേവ് ആക്കിയും വട്ടാരെ ഹെയർ സ്റ്റൈൽ ആക്കിയും മുഖം അല്ലാഹുവിന്റെ ഹബീബ് കാട്ടുക സാധ്യമുണ്ടോ ഒരിക്കലും അങ്ങനത്തെ അനാചാരത്തും വേണ്ടാത്തരത്തും അവകാശം കൊടുക്കുക തീറ ആ താളങ്ങ അത് നല്ല ചന്തത്തിൽ നടക്കണോ എന്തിനെങ്കിലും നല്ല റാഹത്തോടു കൂടി നടക്കണോ അവിടെ ഇസ്രാഫ് വന്നു പോകുക തീറ ഇസ്ലാം ഒരിക്കലും ഇസ്രാഫ് അവകാശം കൊടുക്കില്ല കുറേ ഉണ്ടാക്കി വെക്കടേ പിറ്റാണ്ടെല്ലാം പുലിച്ചിട്ടിക്കടതെല്ലാം വലിച്ചെറിയടേ കുടിക്കുക തമ്മില്ലാണ്ട് കുറെ മനുഷ്യന്മാർ ദുനിയാവിടെ പല ഭാഗത്തിലും പടച്ചോണ്ടിക്കുമ്പോ റബ്ബ് തന്നരാജന്റെ അഹങ്കാരല്ലേ തന്നങ്ങത്തെ റബ്ബുക എടുക്കുകയും ഗൊന്തുണ്ട് ചെല്ലുന്നത് എല്ലാവർക്കും നിലപ്പിക്കട്ടെ അതുകൊണ്ട് ചെല്ലേ ഉറതിലക്കും ഇങ്ങനത്തെ ഹറാമായ വിഷയത്തിന് അവകാശ കൊടുക്കുക തീറാം മങ്ങില വലിയ സന്തോലത്തിലും ചന്തത്തിലും ഇസ്സത്തിലും ബറക്കത്തിലുമായിട്ട് നടക്കണോ ആൽമാറല്ല ഞങ്ങളെ മങ്ങിലത്തെ കുറിച്ചിട്ട് ഈമാനുള്ള മനുഷ്യന്മാർ നല്ല നിലയ്ക്ക് ഞങ്ങളെ വിലയിരുത്തണോ അതല്ലാണ്ട് ഹറാമ് കൊണ്ട് ഒരിക്കലും ഞങ്ങളെ മങ്ങില നശിപ്പിക്കുക തീറാ പിന്നെ പെണ്ണുകളെ നല്ല പുതുപെണ്ണ് നല്ല ചമച്ചിട്ട് കിടങ്ങും തടയമോ ഇത് വാട്സപ്പ് സമാനല്ലേ ഇഷ്ടത്ത് ലോകത്തിലല്ലേ ഞങ്ങൾ ഉള്ളത് അതുകൊണ്ട് പെണ്ണുങ്ങളെ വലിയ ശ്രദ്ധിക്കണോണിങ്ങാം ആ പുതുപെണ്ണ് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുന്ദരിയായിട്ട് കിടങ്ങും തടയമോ നിന്റെ മൊബൈലിൽ അവളുടെ ഫോട്ടോ എടുത്തിട്ട് നിന്റെ ഇൻസ്റ്റത്തിലും നിന്റെ ഫാമിലി ഗ്രൂപ്പിലും നിന്റെ സ്റ്റേറ്റസിലും വെച്ചിട്ട് അന്യ ആണുങ്ങു അവളുടെ സൗന്ദര്യ കാട്ടിട്ട് ഹലാക്കാക്കണ്ട അവളു ആ ചന്തത്തിൽ മിങ്ങി വെച്ചിരങ്ങ അവളുടെ പുതിയാമ്പുലക കാണുക വേണായിട്ട് കിട് അവള് പുതിമെണ്ണായിട്ട് ചമച്ചിരിച്ചത് അവളുടെ പുതിയാമ്പുലക കാണുക വേണായിട്ട് കിട് വേണമെങ്കിൽ പെണ്ണുകൾ അറിവും നോക്കാം പുതിയ പെണ്ണല്ലേ നല്ല ഡ്രസ് ഇട്ട് തെച്ചിടാല് അവളൊന്ന് നോക്കാം അതല്ലാണ്ട് അവളുടെ ഫോട്ടോ എടുക്കണതും എന്റെ കൊറിയ നല്ല കുടുംബത്തിലുള്ള ഫോട്ടോ എടുക്കുക പുട്ടോണ്ടില്ല ബുടാണ്ടിക്കുമ്പോ പെണ്ണുകളെ നാളെ ഡെയിലാ കൊണ്ടുള്ള ഇങ്ങനെ വലിയൊരു പുതുവെണ്ണല്ലൊരു ഫോട്ടോ എടുത്ത് എന്തോടിക്കൂ പലക്ക പറയും നാവുലു മുള്ളിലല്ലേ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം പലക്ക പറയിടം ഒരു ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് എന്ത് വേണമെങ്കിലും ചെല്ലാം പക്ഷെ ഈ മാണുള്ള തറവാടിത്വമുള്ള പെണ്ണെ ഉള്ളാറാ നിങ്ങൾ ഔത്തുലു ആ ഉത്സുഖം പറയണോ നിങ്ങൾ ഔത്തുറ പുതുപെണ്ണയുടെ ഫോട്ടോ നിന്റെ ഔത്തുറ മൊബൈലിൽ അകച്ചെത്തുക വേണായിട്ട് വേണമെങ്കിലും എടുത്തു പോയിക്കൊരു അതല്ല ആ പണ്ട എല്ലാ പെണ്ണുകളും ഫോട്ടോ എടുക്കുള്ള അവകാശം കൊടുത്തിട്ട് നിന്റെ ഔത്തുറ പുതുപെണ്ണ സൗന്ദര്യ കിട്ടിയ ആണമക്കളെ നോക്കുന്നത് പോലെ ആക്കിവിടണ്ടോ
ഫാമിലി ഗ്രൂപ്പിൽ 100 കണക്കിന് മനുഷ്യന്മാരുള്ള ആണികൊള്ളാറ് പെണ്ണുകൊള്ളാറ് അവിടെ കേട്ടിട്ട് ഇന്നത്തെ പുതിയ പെണ്ണ് ചെന്നിട്ട് ഓള് നോക്കിട്ട് ഇടறது കിട്ടിയ ആണിയല്ലതിങ്ങനെ സൂമാക്കിട്ട് നോക്കണത് ഇണ്ട് ഈ തമ്മാടിത്ത് നിറഞ്ഞ കാലത്തില് ആ നിലക്കുള്ള പെടക്ക് പണിക്ക് തറവാടിത്തമുള്ള പെണ്ണിങ്ങ പോയി പോകുക മാത്രല്ല കാലിങ്ങനെ ഫോട്ടോ എടുക്കണ ദുർഭാഗത്ത് കെട്ടി പിന്നൊരു ഭാഗത്ത് ഫോട്ടോ തവണേ പണ്ട വലിയ ഒരു സംഭവ ബഹുലമായ ഒരു വലിയ കെട്ടി ക്യാമറ പിടിച്ചോണ്ട് പണ്ട എന്നിട്ട് പുതിയ പെണ്ണിന്റെ പല പല ഭംഗിയിലുള്ള നമ്മുടെ ഫോട്ടോ പുതിയ അമ്പല പോലും അവളുടെ ആ ഭംഗി നോക്കിയിട്ട് ഈ ക്യാമറ തോണു ഏതോ കുഫുറ അല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യ അവളുടെ മോള് ചമഞ്ഞിരിക്കിടകം പെണ്ണെടുക്കാട്ടിട്ട് അവള് വേറെ വേറെ ഭംഗിക്ക് നിണ്ട് കൊടുക്കിടകം ഏറ്റവും നാണക്കെട്ട പണി ഒരു മുസ്ലിമായ പെണ്ണ് ഒരു നിലക്കും നിണ്ട് കൊടുക്കുക സാധ്യയില്ലാത്ത ഏറ്റവും നാണക്കെട്ട പണിക്ക് ഞങ്ങൾ ഔത്തുൽ അവകാശം കൊടുത്തു പോക തീരാണികളെ ഔത്തുൽ അവകാശം കൊടുത്തു പോക തീര പെണ്ണുങ്ങളെ ഉമ്മ ചെല്ലട്ടെ ബാപ്പ ചെല്ലട്ടെ മൂത്തങ്ങമാരെ ചെല്ലട്ടെ നാണമുള്ള പെണ്ണ് ദീനുള്ള പെണ്ണ് തറവാടിത്തമുള്ള പെണ്ണ് അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന പെണ്ണ് ആഖിറത്തിൽ വിജയിക്കണോണ്ട് ആഗ്രഹമുള്ള പെണ്ണ് അന്യ ആന്റെ ക്യാമറത്തമതോളം കൈകാലുത്താക്കിട്ട് കൊടുക്കണത് പച്ച ഹറാമായിട്ട് എത്ര വലിയ തങ്ങളെ കുടുംബാവട്ടെ ആചാര കുടുംബാവട്ടെ എത്ര വലിയ കുടുംബാവട്ടെ ഈ അനാചാരത്തെയും തറവാടിത്തമുള്ള പെണ്ണുങ്ങൾക്ക് പോകുതീറാ എന്ത്ര വേണമെങ്കിൽ ചെല്ലൊരു ഹറാമായത് ഹറാമോണ്ട് ചെല്ലണല്ലേ എന്നാണ് ഏറ്റവും വലിയ അനാചാരല്ലേ അത് നന്റെ മോളുടെ ഓരോ ഭംഗിയിൽ ഫോട്ടോ എടുത്ത് ഓരോ മനുഷ്യ വന്ന് നിൽക്കും നിന്റെ ഔത്തുക്ക് മാത്രം വേണ ഫോട്ടോ അവിടെ പെങ്ങന്മാരെ കൊണ്ടെടുപ്പാട്ട് എത്ര നല്ല വേണം ഐഫോൺ ഉള്ള കാലല്ലേ എന്നിട്ട് പുറത്തെവിടെ കിടത്താണ്ട് നിങ്ങൾ ഔത്തുല് മാത്രം നോക്കുക പേനായിട്ട് സൂക്ഷിച്ചു പോയി അത് അകത്തിയില്ല എങ്കിലും പേനമാ അങ്ങനെ കെട്ടി അത് വിട്ടിട്ടു ഏതോ ഒരു പർത്തര മനുഷ്യ വന്നിട്ട് നന്റെ മോളുടെ നന്റെ പെഞ്ഞയുടെ നന്റെ പെങ്ങളെ വിവിധ ഭംഗിയിലുള്ള ഫോട്ടോ എടുത്തിട്ട് ആസ്വദിക്കിടകം ഏറ്റവും നീചമായ ദുനിയാവുലു വല്ലാത്ത ഒരു സമാനത്തിലല്ലേ അതുകൊണ്ട് സൂക്ഷിക്കണോ ഉമ്മമാരേ മഞ്ഞൾ തണ്ട് പെണ്ണ് വെളിയെ ചന്തായിട്ട് കിടങ്ങം തട്ടയമോ ചന്തവിടെ ചെന്നെങ്കിന്തരേ ചന്താക്കുക പേനായിട്ട് ഒരു ചെറിയ ലൈറ്റായ ക്രീമോ അതെല്ലാം ഓക്കേ പക്ഷേ അണ്ടത്തെ ലോഹർ നിസ്കാര നഷ്ടപ്പെടുത്തിറങ്ങത്തെ മേക്കപ്പ് അണ്ടത്തെ അസുര നിസ്കാര നഷ്ടപ്പെടുത്തിറങ്ങത്തെ മേക്കപ്പ് അണ്ട് പുതിയ പെണ്ണ് ഉള്ളവാക്കപ്പെടില്ല മേക്കപ്പ് 5000 രൂപ കൊടുത്തിട്ട് ആക്കിക്കൊണ്ട് വന്നിറവുള്ള മേക്കപ്പ് പോണ്ട് അവൾ ഇന്ന ചന്ത അത് നോക്കിട്ടല്ലേ പുതിയ അമ്പലം ഓക്കിയാക്കിടേ ജസ്റ്റ് വേണമെങ്കിൽ ഒരു പൗഡർ ഇട്ടാൽ അവർ ചെറിയ ക്രീം ഇട്ടാൽ ഓക്കേ ഏതെങ്കിലും ഒരു ബ്യൂട്ടി പാർലറിൽ കൊമ്പയിട്ട് ഈ സാധനത്തെ ദീപാടിയിട്ട് ഇതിനെ കൊമ്പയിട്ട് ദീപാടിയിട്ട് കിട്ടിയ പൈൻറ്റെല്ലാം അടിച്ചിട്ട് വികൃതമായിട്ട് അത്ര ചന്തത്ത് ചുണ്ടിക്കിടത്ര ചന്തത്ത് മുഖയിക്കിട് അതിനിടയ്ക്ക് കൊണ്ട് പൈൻറ്റെല്ലാം അടിച്ചിട്ട് ആ പെണ്ണ് വികൃതമാകെ വിടറങ്ങത്തെ ഒരു മേക്കപ്പ് വല്ലാത്ത മേക്കപ്പ് അത് ആ പെണ്ണ് ചന്ത കാണാണ്ടതേ കെട്ട് അവളുടെ ഉളു നഷ്ടപ്പെടുത്തുന്ന പോലെയുള്ള മേക്കപ്പ് അവളുടെ ളുഹുർ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നത് പോലെയുള്ള മേക്കപ്പ് അത് ഹറാമായിട്ട് ഹറാം അവളുടെ ജീവിതത്തെ ടർണിംഗ് പോയിന്റ് അല്ലേ അത് അവളൊരു പുതിയ കുടുംബത്തിന് കാലെടുത്ത് വെക്കടങ്ങത്തെ ഏറ്റവും മഹത്വമുള്ള ഒരു നാല്
ആ നാളില് ഓത്തികിടി മേക്കപ്പ് നിറച്ചിട്ട് റബ്ബുക്ക് ശുക്ർ ചെയ്യണമെന്നത് ഏറ്റവും വലിയ അവകാശം ഇല്ലാണ്ടാക്കി വിടറേ ചെല്ലത് ഏറ്റവും വലിയ ദാരുണമായ ഒരവസ്ഥയല്ലേ. അതുകൊണ്ട് മേക്കപ്പ് അതെല്ലാത്തിലും കുറക്കണ പെണ്ണുങ്ങളെ. അല്ലാഹു തആല നമുക്ക് തന്നങ്ങനത്തെ വലിയ സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യ ഒന്നുകൂടി കൂട്ടണം. 5 വഖത്ത് വുദു എടുത്ത് നിസ്കരിക്കൂ. നിങ്ങളെ മോത്തുൽ അല്ലാഹു തആല ഈമാന്റെ പ്രകാശതണ്ടാം. ഖുർആൻ ഓതുറു. അല്ലാഹുവിന്റെ കലാമായ നൂറായ ഖുർആൻ അത് ഓതുമ്പോൾ മുഖത്ത് നല്ല പ്രകാശകിടറി. ആ പ്രകാശ എത്ര വലിയ ചന്തമുള്ള ഹീറോയിന്റെ കാണ്ടി നിന്റെ നല്ല സൗന്ദര്യമുള്ളവളാക്കിടേ. നിന്റെ മാപ്പിളകി നീ നല്ല സൗന്ദര്യമുള്ളവളായിട്ട് കണ്ടേ. അത് വിട്ടിട്ട് നീ കുറെ മേക്കപ്പ് എല്ലാം ഇട്ടിട്ട് നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന പോലെ ആ നാളുടെ ഏറ്റവും നല്ല ടൈമുകളെ നശിപ്പിക്കുന്നത് പോലെയുള്ള മേക്കപ്പ് ഇട്ടിട്ട് എല്ലാ നിലക്കും നശിപ്പിക്കിടങ്ങനത്തെ ഒരവസ്ഥയ്ക്ക് ഒരു നിലക്കും നീ അവകാശം കൊടുത്തു പോകത്തീരാ. എന്റെ പുതിയ ഒരു ദുനിയാവും 21ാമത്തെ നൂറ്റാണ്ട് ചൊല്ലുമ്പോ 4 മൂത്തും മരണം സംഭവിച്ചുകൊണ്ടുണ്ട്. വലിയ മുസീബത്തുള്ള വാർത്ത കേട്ടുകൊണ്ടുണ്ട്. അക്രമികളായ ഭരണാധികാരിമാരുടെ കയ്യിൽ ആടളിച്ചുകൊണ്ട് 4 മൂത്തും മുസ്ലിമീങ്ങ പേടിക്കട പോലെയുള്ള വാർത്ത കേട്ടുകൊണ്ടുണ്ട്. ചെറിയ പാലക്കാട് പോലും മരണപ്പെട്ടുകൊണ്ടുള്ള ദാരുണമായ അവസ്ഥ കേട്ടുകൊണ്ടുണ്ട്. എന്നിട്ടും ഹറാമിയത്ര ബെറോത്തുൽ നടന്നുകൊണ്ടുള്ള വേണ്ടാത്തരത്തെ ബെറോത്തുൽ പോയോണ്ടുള്ള ഭയങ്കരമായിട്ട് നശിച്ചു പോയോണ്ടുള്ള അതുകൊണ്ട് ചെന്നോണ്ടുള്ളത്. ഓ നിങ്ങളെ ഉമ്മമാരെ ബാലക്കാരെ, ഞങ്ങളെ മങ്ങില അത് നല്ല റാഹത്തുള്ള മങ്ങിലാവണോ. അത് നല്ല റാഹത്തുള്ള ഇടീ കുടുംബ അഭിമാനിക്കട പോലെയുള്ള മങ്ങിലാവണോ. മങ്ങിലത്ത് വന്ന് പോയാൽ പിന്നെ കുടുംബത്തെ ചെല്ലണോ. ഇന്ന് നല്ലൊരു മങ്ങില ആ പുതപെണ്ട് അച്ചടക്കണോ ഗുണോ ബാങ്കാമുത്തുകിച്ചിട്ട് നിസ്കരിക്കുക പോയങ്ങനത്തെ പുതപെൺ ഇടീ പെണ്ണിടെ കുടുംബ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. എത്ര ആൾമാർ കൂടിയിട്ടെങ്കിലും ആവാന്റെ പുതപെണ്ണ് പോയിട്ട് നിസ്കരിച്ചത് ഇടീ എല്ലാരും കണ്ടാറ്. അവിടെ ബന്ധക്കെല്ലാവർക്കും മാതരി. ഈ പുതപെണ്ണ് മാതറിയാവണോ, പുതിയാമ്പുല മാതറിയാവണോ. നല്ല മാതരിയോഗ്യമായ പുതിയാമ്പുല മാതരിയോഗ്യമായ പുതുപെണ്ണാവണോ. എല്ലാരും നല്ലത് ചെല്ലണോ. എത്ര നല്ല ഫുഡും എത്ര നല്ല റാഹത്തിലൂടെ സുധർച്ചാറ്, എത്ര ചന്തത്തിൽ സുധർച്ചാറ്, എത്ര നല്ലൊരു മങ്ങില. ആ മങ്ങിലത്തിലൊരു ബറക്കത്ത് അതൊരു ബേരമേ. ആ ബറക്കത്തുള്ള മങ്ങില നണ്ടൗത്തുലാകൂ. എപ്പോഴും തയ്യാറായിട്ട് നിൽക്കണം. ഒരു നിലക്കും പാശ്ചാത്യ സംസ്കാരം നണ്ടൗത്തുലു കൊമ്പറണ്ട. അല്ലാത്ത ദുനിയാവിലുള്ള എന്തെല്ലാം പുതിയതായിട്ട് കിടക്കേ. പെണ്ണോക്കിട്ടായാൽ പിന്നെയും ഇപ്പൊ സ്റ്റേ ഇൻ റിലേഷൻഷിപ്പ് കുറേ നാളാണ് പെണ്ണും ഒട്ടിക്ക് ജീവിച്ചു നോക്കണേ. റെഡി അവിടെങ്കിലും ഒന്നും പോകാം. ഇല്ലെണ്ടെങ്കിൽ ഇവിടെ കേരളത്തെ പേര് പെണ്ണും റെഡിയോടാ അതുക്കും റെഡിയാ. കേരളത്തിൽ വന്ന് കൈതല്ലേ ഇന്നൂടെ പറകുരനാലൊന്നുമില്ല. എല്ലാ നല്ല തുടങ്ങുന്ന എല്ലാ പെടക്ക് തുടങ്ങുന്നത് അത് ഫസ്റ്റ് സ്വീകരിക്കണം. നിങ്ങളെ കാര്യം ഏത് നല്ലത് വന്നെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ സ്വീകരിക്കണം. ഏത് പെടക്ക് വന്നെങ്കിലും ഫസ്റ്റ് ഞങ്ങൾ സ്വീകരിക്കണം. ഞങ്ങൾ സ്വീകരിക്കുക. കേരളത്തങ്ങളെ കാത്തോണ്ടിക്കട എന്തൊരു പുതിയ കൊമ്പണ്ടാറുണ്ട്. എല്ലാ വ്ളോഗേഴ്സുമാരും നോക്കിക്കൊണ്ടിരിക്കണം. കട്ടട അവിടെ തെച്ചിട്ടും മഞ്ഞ തെച്ചിട്ടും മഞ്ഞ തെച്ചിട്ടും എല്ലാ വ്ളോഗേഴ്സുമാരും നോക്കിക്കൊണ്ടിരിക്കണം. എന്തൊരു പുതിയ ഇങ്ങനത്തെ ഹറാമുടെ പിറത്തിൽ പോയിട്ട് നശിപ്പിക്കുക. നല്ല റാഹത്തുള്ള മങ്ങിലാക്കി കൊടുക്കണോ. വലിയ ബറക്കത്തുള്ള അകാവണോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങനക്കത് പടിപാടി തന്നൊരു സ്വഹാബി വന്നിട്ട് ചെല്ല നബിയേ നാ മങ്ങിലയുടെ
അപ്പാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലി ഇത് വലിയ ബറക്കത്തുള്ള മങ്ങില കാരണ യാറെ ചെലവില്ലാണ്ട് നല്ല റാഹത്തോടെയല്ലേ മങ്ങിലയിടത് കുറെ ചെലവൊന്നുമില്ലാണ്ട് നല്ല സരളമായ മങ്ങിലുണ്ടോ ആൽമാറി എന്ത് വേണമെങ്കിലും ചെല്ലട്ട് അത് വലിയ ബറക്കത്തുള്ള മങ്ങില ഒരു സംശയവും വേണ്ട ഞങ്ങൾ സ്വീകരിക്കാനായത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിട്ട് ഞങ്ങളെ റോൾ മോഡലായിട്ട് കാണുന്നായത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്റെ ബാലക്കാരട്ടെ കേട്ടു നോക്കൂല ഏതാ സിനിമത്തോണ്ട് പെറോത്തിൽ പോയിട്ട് ഏതാ ക്രിക്കറ്ററുടെ പെറോത്തിൽ പോയിട്ട് ഏതോ ഹറാമ് കൊണ്ട് നൊരക്കിടങ്ങത്തെ മനുഷ്യരുടെ പെറോത്തിൽ പോയിട്ട് നാണോന്റെ ഫാനിലാ ചെന്നിട്ട് അവന്റെ മൊബൈലിലെല്ലാം വെച്ചിട്ട് തുള്ളി നടക്കില്ല ബാലക്കാരെ ഏതോ ഒരു ഹറാമായ മനുഷ്യരെ ഹറാമ് കൊണ്ട് പേര് നടക്കുന്ന മനുഷ്യരുടെ ഫാൻസ് ക്ലബായിട്ട് ഞങ്ങൾ പോയോണ്ടുള്ള നശിച്ചു പോയങ്ങനത്തെ ദുനിയാവൂലല്ലേ ഞങ്ങളെ ഉള്ളത് മൂത്രബീത്തി കൽകാത്തങ്ങനത്തെ പച്ച കുഫറുടെ ബിറോത്തിൽ പോയിട്ട് ഞാൻ അവന്റെ ഫാൻസ് ക്ലബിൽ പെട്ടോണുള്ള ചെല്ലുകൂ ഈമാനുള്ള ബാലക്കാരെ ചങ്കവില്ല നിങ്ങൾക്ക് ചങ്കവില്ലേ നമുക്ക് ഫാൻസ് ആവുകയും നമുക്ക് റോൾ മോഡലായിട്ട് കാണുകയും ഒരു നേതാവിടെ അല്ലാഹു തആല തന്നില്ലേ അത്ര ചന്തത്ത് ഡോക്ടർ ഈ ലോകത്ത് ഇത്രത്തോളം തന്നില്ല അത്ര നല്ല യജമാന ഈ ലോകത്ത് ഇത്രത്തോളം വന്നില്ല അത്ര നല്ലൊരു എഞ്ചിനീയർ ഈ ലോകത്ത് ഇത്രത്തോളം വന്നില്ല അത്ര നല്ല ഹെയർ സ്റ്റൈൽ ഉള്ള ഒരു മനുഷ്യനെ അല്ലാഹു ഈ ദുനിയാവ് കടത്തിട്ടില്ല അത്ര നല്ല സൗന്ദര്യമുള്ള ഒരു പുരുഷനെ അല്ലാഹുവിന്റെ ദുനിയാവിൽ എത്രത്തോളം പടച്ചിട്ടില്ല അത്ര നല്ല കുടുംബ മഹിമയുള്ള ഒരു വ്യക്തിയെ അല്ലാഹു ഈ ദുനിയാവ് കടത്തിട്ടില്ല ഏത് വിഷയെടുത്ത് നോക്കിയെങ്കിലും എത്ര വിഷയെടുത്ത് നോക്കിയെങ്കിലും സബ്സെ അഅ്ലാ വ ഔലാ ഹമാറാ നബി सबसे अबाला वो औला हमारा नबी ओ मुमिनीങ്ങളെ ഹബീബായ നബി തങ്ങളെ ഫോളോവേഴ്സ് ആവണം ഓ ഉമ്മമാരെ ഹറാമായ ധാരാവാഹിയുടെയും സീമത്തെയും പെറോത്തിൽ പോണ്ടതുക്ക് ബദല് പച്ച ഹറാമികളായ ബ്ലോഗർസുമാരെ പെറോത്തിൽ പോയിട്ട് ഈമാൻ നശിപ്പിക്കുന്നതുക്ക് ബദല് ആയിഷ ബീവിയുടെ ചരിത്രം എടുത്ത് പഠിക്കറോ ആയിഷ ഉമ്മടെ കുറിച്ചിട്ടൊന്ന് പഠിക്കറോ ഖദീജ ഉമ്മടെ കുറിച്ചിട്ടൊന്ന് പഠിക്കറോ ഫാത്തിമ ഉമ്മടെ കുറിച്ചിട്ടൊന്ന് പഠിക്കറോ പഠിച്ചിട്ടങ്ങളൊന്ന് റോൾ മോഡലായിട്ട് കണ്ടു നോക്കുറൂല എത്ര മധുരമായ ജീവിതല്ലേ ഞങ്ങളെ ജീവിതമായി പോണ്ടത് എത്ര സുന്ദരമായ ജീവിതല്ലേ ഞങ്ങൾക്ക് അല്ലാഹു തആല തന്നത് എന്നിട്ട് ഞങ്ങൾക്കൊന്നും മരിച്ചു പോണോ ഈമാൻ കിട്ടിട്ടൊന്നും മരിക്കണോ കൽബൊന്നു ലംഘിട്ട് മരിക്കണോ ചിരിച്ചോണ്ട് മരിക്കണോ നല്ല ജാവുക മരിക്കണോ നല്ല നാല് ഞങ്ങൾക്ക് മരിക്കുള്ള തൗഫീഖ് കിട്ടണോ എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മഞ്ഞൾ കൂടെ കൊണ്ടു ഫസ്റ്റ് മങ്ങില നടന്നത് സ്വർഗത്തിലല്ലേ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ഉമ്മയുടെ നടന്നങ്ങനത്തെ സ്വർഗത്തിൽ ഫസ്റ്റ് മങ്ങില ഇനി ലാസ്റ്റ് ഒരു മങ്ങിലുണ്ടോ ആ മങ്ങിലത്ത് കൂടെ ഉള്ള ഭാഗ്യ കിട്ടിറങ്ങാവണുണങ്ങാം ആറായിട്ട് കിടാ മങ്ങിലത്തെ പുതിയ അമ്പലകൊത്തുണ്ടാ സ്വർഗത്തിലൊരു മങ്ങില നടക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ
ഉമ്മമാരെ നനിപ്പാട്ടിയോണ്ടുള്ള സ്വർഗത്ത് ഒരു മഞ്ഞൾത്തേക്ക് ഞങ്ങൾക്കെല്ലാവർക്കും കൂടെ കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും കൂടനായൊരു മഞ്ഞളത് ആ സ്വർഗത്തെ മഞ്ഞൾത്തേക്ക് നക്ക് ബിലി കിട്ടാണ്ട് നക്ക് കൊന്തില്ല നിങ്ങക്ക് ബിലി കിട്ടാണ്ട് നക്ക് കൊന്തില്ല ഉമ്മമാരെ നിങ്ങൾക്ക് ആ മഞ്ഞൾത്തേക്ക് ബിലി ഉണ്ടാണ്ട് കൊന്തില്ല ഈ ദുനിയാവിൽ വെച്ചിട്ട് ഒരു രാജാവും നടത്താത്ത ആഡംബരത്തോട് കൂടിയ മഞ്ഞില ഏത് അംബാനിയുടെ മഞ്ഞിലവും അധിക പറയാലം ഏത് അദാന്റെ മോന്റെ മഞ്ഞിലവും അധിക പറയാലം ഏത് അമേരിക്കത്തെ പ്രസിഡന്റ് മഞ്ഞിലവും അധിക പറയാലം ഏത് വൈറ്റ് ഹൗസിൽ നടക്കുന്ന മഞ്ഞിലവും അധിക പറയാലം ഏതായിരം കോടി ചെലവാക്കി നടത്തുന്ന മഞ്ഞിലവും അധിക പറയാലം ആ മഞ്ഞിലത്തേക്ക് പണ്ട് ഗസ്റ്റ് അറിഞ്ഞുകൊണ്ടുണ്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മഞ്ഞിലത്തെ ഗസ്റ്റ് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഗസ്റ്റ് ആയിട്ട് പണ്ട് മഞ്ഞില ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഗസ്റ്റ് ആയിട്ട് പണ്ട് മഞ്ഞില എല്ലാ അംബിയാ മുർസലീന ഗസ്റ്റ് ആയിട്ട് പണ്ട് മഞ്ഞില സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഗസ്റ്റ് ആയിട്ട് പണ്ട് മഞ്ഞില ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓടി നടന്ന് സന്തോഷിക്കുന്നത് കാണുള്ള മഞ്ഞില ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സന്തോഷിക്കുന്നത് ഓടി നടന്നിട്ട് കാണുള്ള ഈ ദുനിയാവുൽക്കടകത്തെ എല്ലാ ഗസ്റ്റുമാരെ കണ്ട് വലിയ ഗസ്റ്റ് ആ വക്കീലത്തേക്ക് പറഞ്ഞു അവിടെ എല്ലാ സ്വഹാബത്തും ഓടി നടക്കണത് ആ മഞ്ഞത്തിൽ കാണുന്നുണ്ട് ആ മഞ്ഞത്തിൽ എല്ലാ സ്വഹാബിടെയും കാണുന്നുണ്ട് ആ മഞ്ഞത്ത് തങ്ങ പണ്ട് മഹാനായ റിഫായി ശൈഖ് തങ്ങ മഞ്ഞത്തുലുണ്ട് ഇമാം ശഫീഈ ആ മഞ്ഞത്തുക്ക് പറയുന്നു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ മഞ്ഞത്തുക്ക് പറയുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ മഞ്ഞത്തുലുണ്ട് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഞ്ഞത്തുക്ക് പിടി കിട്ടി അങ്ങനത്തെ ആള് എത്രമാ സ്വഹാബത്ത് പണ്ടങ്ങനത്തെ മങ്ങില എത്രമാ ഔലിയാക്കന്മാർ പണ്ടങ്ങനത്തെ മങ്ങില സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങ പണ്ടങ്ങനത്തെ മങ്ങില സയ്യിദ് മദനി തങ്ങ പണ്ടങ്ങനത്തെ മങ്ങില ആ മങ്ങിലത്തിൽ എല്ലാരെയും നിങ്ങൾക്ക് കാണുകൊള്ളങ്ങനത്തെ മങ്ങില ഞങ്ങളെ കുറെ ഹിരിയങ്ങ മരിച്ചു പോയ എല്ലാ കുറെ ഹിരിയങ്ങ അങ്ങെല്ലാരും വന്നു കൂടരങ്ങനത്തൊരു മങ്ങില ആ മഞ്ഞത്ത് ഒരു പുതിയ അമ്പലയുടെ കൂട്ടിയോണ്ട് പറയുന്നു ആയിഷ ഉമ്മ പണ്ടങ്ങനത്തെ മങ്ങില ഫാത്തിമ ഉമ്മ ഇക്കിടങ്ങനത്തെ മങ്ങില ഖദീജ ഉമ്മ ഇക്കിടങ്ങനത്തെ ഒരു മങ്ങില ആ മങ്ങിലത്ത് നമുക്ക് കൂടണ്ടേ ഹിരിയങ്ങളെ കൂടണ്ടേ ബാലക്കാരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടു എല്ലാ മലക്കുകളും കൂടരങ്ങും തൊറു മങ്ങില ആ മങ്ങിലത്ത് ഒരു പുതിയ പുലവറുണ്ടോ ഈ ദുനിയാവിലെ വലിയ ചന്തമുള്ള പുതിയ പുല വഅഹ്സന മിക ലം തറഖത്തു ഐനി വഅജ്മല മിക ലം തലിദുൻ നിസാ ഈ ദുനിയാവിൽ റബ്ബ് പടച്ച പടച്ചപ്പുകളിൽ വിട്ടിട്ട് ഏറ്റവും വലിയ സുന്ദരനായ ഒരു പുതിയ ആമ്പുല വന്നുകൊണ്ടുണ്ട് ആ ഏറ്റവും വലിയ സുന്ദരനായ പുതിയ ആമ്പുല ഇത്രത്തോളം അത്ര ചന്തച്ച പുതിയ ആമ്പുല ഈ ദുനിയാവിൽ വന്നിട്ടില്ല അറേഞ്ച്മെന്റ് ആക്കിയോണ്ടുള്ളത് അല്ലാഹു ആയിട്ട് അറേഞ്ച്മെന്റ് ആക്കിയോണ്ടുള്ളത് റബ്ബായിട്ട് അംബാനിയുടെ അംബാനിയാക്കിയ റബ്ബ് അദാനിയുടെ അദാനിയാക്കിയ റബ്ബ് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയാക്കിയ റബ്ബ് ആഡംബരത്തിന്റെ ആഡംബര കൊടുത്തകത്തെ റബ്ബ് ആ റബ്ബുടെ പ്രൗഢികത്തക്ക നിലക്കാ ഘടകത്തെ പ്രൗഢോക്ഷരമായ ഒരു അവിടെ നടക്കുകൊണ്ട് ആ
മങ്ങിൽത്തല പുതിയാമ്പുലയുടെ കൂട്ടിയോണ്ട് പറകൊണ്ടു സ്വഹാബത്തും അംബിയാ മുർസലീകളും റഹ്മത്തറ മലക്കുകള പുതിയാമ്പുല കൊണ്ടോണ്ട് പണ്ടകം തറു ചേല് നമുക്ക് കാണുകൊണ്ടു എന്തോ ഒരു ചന്തത്തെ പുതിയാമ്പുലയത് ആ പുതിയാമ്പുല വന്ന് പുതിയാമ്പുലയുടെ ഡ്രസ് ഇട്ടെങ്കിലാ അതും സ്വർഗത്തെ പുതിയാമ്പുലയുടെ ഡ്രസ് അല്ല കൊടുത്ത സ്പെഷ്യൽ ഡ്രസ് ഇട്ടിട്ടാ പുതിയാമ്പുലയുടെ കിടങ്ങത്തെ പക്കത്തേക്ക് പണ്ടകം തറു ടൈമും ദോനോ ആലം के दूल्हा हमारा नबी ദുനിയാവുടെയും ആഖിറത്തെയും പുതിയാമ്പുലയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ട് പുതിയാമ്പുല ഹബീബായ നബി തങ്ങളായിട്ട് പുതിയാമ്പുലയായിട്ട് ദൈക്കടത് ആസിയ ഉമ്മാചളുടെ പുതിയബെണ്ട് മറിയം ബീവിചളുടെ പുതിയബെണ്ട് റബ്ബുടെ ദീനകബേനായിട്ട് വലിയ ത്യാഗ സഹിച്ചകത്തെ രണ്ട് മഹിളാമണിക പുതിയബെന്നായി സ്വർഗത്തില് ശമഞ്ഞിടകത്തെ അഭയങ്കരമായ ഓർമ്മയില അതൊക്കെ ഞങ്ങൾക്ക് കൂടന്റെ ഉമ്മമാരെ കൂടന്റെ ഹിരിയങ്ങളെ കൂടന്റെ ബാലക്കാരെ ആ മങ്ങിൽത്ത് കുറെ ബിളി കിട്ടണു ഞങ്ങൾക്കു ആ മങ്ങിൽത്ത് ബിൽ ഞങ്ങൾക്ക് കിട്ടണു അല്ലാഹുവേ ആ നല്ല മങ്ങിൽത്ത് ബിളി കിട്ടിയിട്ട് സന്തോഷത്തോടു കൂടി മങ്ങിൽത്തിൽ ജോയിൻ ആയിട്ട് വലിയ സന്തോഷിക്കുള്ള അവസരം ഞങ്ങൾക്ക് നീ തരണു റഹ്മാനേ. ഈ റജബ് തിങ്കളെ ഇരിയത്തെ 7 വലിയ മഹത്വമുള്ള നാൾ. ഒരു 3 വർഷം മുന്നോളൂ ഈ ജാവുകായിട്ട് അതായത് ഇന്നലത്തെ ജാവ് എന്റെ ഉമ്മയുടെ ഉമ്മയെ തഞ്ചി ആ ചെല്ലുകൊള്ള കാരണ അതൊരു പ്രത്യേകമായ ഉമ്മയത് നാലുകും 10 യാസീൻ ഓതാണ്ട് ഉറങ്ങാല ഡെയിലി ആൾക്കാർ പോകുന്നു വെള്ളിയാഴ്ച 2-3 ആൾക്കാർ ഡെയിലി 2 ജുസ് ഖുർആൻ ഓതാണ്ട് ഉറങ്ങിയ നാളില്ല. ദലായിലുൽ ഖൈറാത്തും ഹിസ്ബുൽ ബഹറും ഹിസ്ബുൻ നസ്റും അതെല്ലാം ഡെയിലി പതിവാക്കിക്കൊണ്ടിരുന്ന ഉമ്മ അതിനിടെ വേറെല്ല എന്തെല്ലാം എക്സ്ട്രാ ഉണ്ടാ ഞങ്ങൾക്ക് കൊന്തില്ലതും കൊന്തില്ലാത്തതും എല്ലാം പോതു തീർക്കാണ്ട് ഉറങ്ങാല മരിക്കട മുന്നോൾ തണ്ട് ജാവുകും വേറെങ്ങനെ കുടുംബത്തോടെ വീട് വന്നിട്ട് ലേറ്റ് അണ്ട് ഉറങ്ങിയത് 1 ഗಂಟೆ ജാവും ഓതർ അവരതല്ല തീർത്തിട്ടേ ഉറങ്ങും. റജബ് തിങ്കൾ വന്നെങ്കിൽ നിസ്കാരത്തെ തിങ്കളല്ലേ വാഴതിൽ കേട്ടത് നെനപ്പുണ്ടു ഉമ്മകു എന്തിരേ റജബ് നിസ്കാരത്തെ തിങ്കള് പണ്ടത്തെ മഹാന്മാരല്ല ളുഹുർ നിസ്കരിച്ചാൽ പിന്നെ പല എപ്പത്തെങ്കിലും ളുഹുർ തപ്പി പോയിട്ടുണ്ടെങ്കിൽ ചെന്നിട്ട് രണ്ടാമത്തെ ളുഹുർ നിസ്കരിച്ചോണ്ടിരുന്ന അസർ നിസ്കരിച്ചാൽ പിന്നെ രണ്ടാമത്തെ അസർ മഗ്രിബിൽ പിന്നെ മഗ്രിബ് അങ്ങനെ ഈ വിഷയം കേട്ടാൽ പിന്നെ 3-4 വർഷം റജബ് തിങ്കളിൽ ഇടപെടാണ്ട് 5 വഖത്ത് നിസ്കാരത്തെയും പലയതും എക്സ്ട്രാ നിസ്കരിക്കും 6 വർഷങ്ങളെ കേൾക്കും എന്ത് ഏത് നാളുണ്ട് നല്ല നാളല്ലേ ചെന്നു അങ്ങനെ നല്ല നാള് മരിക്കുക വേണായിട്ട് ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ ഖുർആൻ പഠിക്കുമ്പോഴത്തേക്കും ദർസ് പഠിക്കുമ്പോഴത്തേക്കും എപ്പോഴും ഞങ്ങൾക്ക് വലിയ സപ്പോർട്ട് തന്നിട്ട് ഞങ്ങെപ്പോലും മൗത്തുക്ക് പോകുമ്പോഴത്തേക്കുള്ള സ്പെഷ്യലായ തിണ്ടിയാക്കിട്ട് വേഗമായിട്ട് ആക്കി വെച്ചിട്ട് ചൊല്ലു എപ്പോഴും ഞങ്ങളെ വലിയ മഹബ്ബത്ത് വെച്ചങ്ങനത്തെ ഉമ്മ ഞങ്ങൾ ഇൽമു പഠിക്കുന്നത് കൊണ്ട് വലിയ മഹബ്ബത്ത് വെച്ചങ്ങനത്തെ ഉമ്മ അങ്ങനെ ഭാഗ്യനോ കുറൂലാണിക റജബ് തിങ്കളുടെ 27ാമത്തെ ജാവ് പുലർന്നിട്ട് മഗ്രിബ് നിസ്കാരക്കൽ പിന്നെ ആ മുസല്ലലിങ്ങനെ വെച്ചിട്ട് തെല്ലിനാറ പൊട്ട് പോകുമ്പോഴത്തേക്കോ മുസല്ലലേ കിടന്നിട്ട് മൗത്തായി പോയിട്
റജബ് തിങ്ങളുടെ 27ാമത്തെ ജാവുകു ഹബീബായ നബി തങ്ങൾ വലിയ സന്തോഷിച്ചങ്ങത്തെ ജാവുകു നബി തങ്ങൾ വലിയ സന്തോഷം കൊടുക്കൂ. അല്ലാഹു സെലക്ട് ആക്കിയ വലിയ ബറക്കത്തുള്ള ജാവുലു മുസല്ലൽ വെച്ചിട്ട് മഗ്രിബിൽ പിന്നെയുള്ള നല്ലൊരു ടൈമിലും ഔറാദോട് കൂടി മൗത്താവുള്ള ഭാഗ്യം കിട്ടണമെങ്കിൽ ഈ ഉമ്മമാർ എത്ര വലിയ ഭാഗ്യശാലിയാ. അങ്ങ് മൗലീദ് ഓതിയത് കൊണ്ട് കിട്ടിയകത്തെ പവറത്, അങ്ങ് റാത്തീബ് ചെന്നത് കൊണ്ട് കിട്ടിയകത്തെ പവറത്, അങ്ങ് ബദരീങ്ങളെ വിളിച്ചത് കൊണ്ട് കിട്ടിയകത്തെ പവറത്, അങ്ങ് മാലയും മൗലീദും ഓതിയത് കൊണ്ട് കിട്ടിയ പവറത്. അത് ശിർക്കല്ല, അത് ബിദ്അത്തല്ല. അത് ബിദ്അത്ത ശിർക്കായിട്ടില്ലെങ്കിൽ അങ്ങ് അത്ര നല്ല മൗത്ത് കിട്ടാലം തല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യ വന്നിട്ട് നിങ്ങളെ ഈമാൻ കബളിപ്പിക്കുകയായിട്ട് നോക്കുമ്പോ കുടുങ്ങിപ്പോകണ്ട. വാട്സപ്പില് ബണ്ടങ്ങത്തെ ഫിത്നത്തെ പെറോത്തില് പോയിട്ട് ഈമാന് പണയ വെച്ച് പോകണ്ട. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിഷയത്തിൽ ഒരു അണിമണി തൂക്കപ്പതറാണ്ട് നിൽക്കണോനിയാം. നല്ല ഉറച്ച ഈമാനുള്ള പാലക്കാറാമണം. ഇണ്ട് കണ്ടില്ലേ ഞങ്ങളെ ഉപ്പിനങ്കടി പരിസരത്തിലുള്ള കാസിം സഖാഫി ഉസ്താദ്, ചെല്ലർ ഉസ്താദ്, സുൽത്താനുൽ ഉലമ പി ഉസ്താദിന്റെ ദർസിൽ മർക്കസിൽ പോയിട്ട് സഖാഫി പദവി എടുത്തുകൊണ്ട് വന്ന ആലിം 10-12 വർഷം ദർസ് പഠിച്ച ആലിം. അതിൽ പിന്നെയും അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് എടുക്കുക ഭാഗ്യം കിട്ടിയ ആലിം. സാഹിത്യോത്സവ ഈ വർഷം SSF-യുടെ സാഹിത്യോത്സവ തുർക്കളിക്കൽ വെച്ച് നടന്നപ്പോ, അയാളുടെ റായത്തിൽ വെച്ച് നടന്നപ്പോ അവിടെ പാലക്കാർ ചെണ്ടാറ് ഞങ്ങളെ എല്ലാ വിഷയത്തിലും വലിയ സപ്പോർട്ടായിട്ട് ഇങ്ങനത്തെ ആ മനുഷ്യ, ആ വലിയ ആലിം അല്ലാഹു വലിയ ഭാഗ്യം കൊടുത്ത ഈ വലിയ ബറക്കത്തായ മുതബറക്കായ റജബുൽ മുറജ്ജബിടെ ഇസ്റാ മിഅ്റാജിന്റെ നാളില് ഇടീ ലോക മുസ്ലിമീങ്ങളെല്ലാവരും സുന്നത്ത് നോമ്പ് പിടിച്ചോണ്ടുള്ള വലിയ ബറക്കത്താക്കപ്പെട്ട നാളില് റബ്ബുടെ റഹ്മത്തിക്ക് പോകുള്ള ഭാഗ്യ. അത് ചില്ലറ ഭാഗ്യ അല്ലല്ലേ ബാലക്കാരേ. അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിന് നീ റെഡിയാവണം. രാജകീയത്തെ പെറോത്തിൽ പോയിട്ടൊരു കാര്യമില്ല. അത് കാല് ദുനിയാവിൽ എന്തെങ്കിലും ഫായിദ കിട്ടും, ദുനിയാവിൽ എന്തെങ്കിലും ഫായിദ കിട്ടും. എല്ലാ രാജകീയ പക്ഷത്തെയും നക്കെന്തും രാജകീയ ഇല്ല. എല്ലാ രാജകീയ പക്ഷയും ഒരുപോലെ നിന്റെ വിഷയത്തില് എല്ലാ രാജകീയ പക്ഷവും ഒരുപോലെ. ഏതൊരു പെറോത്തിൽ പോയിട്ട് നിന്റെ ടൈം വേസ്റ്റ് ആക്കണ്ട. അല്ലാഹുവിന്റെ ദീനിന് എന്തെങ്കിലും ഖിദ്മത്ത് എടുക്കുക. ആ വിഷയത്തിൽ കമട കൊടുക്കണോ. ദീനിക്ക് ഖിദ്മത്ത് എടുക്കണവനാവണോ. അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമായിട്ട് കോണം. താജുൽ ഉലമ കാട്ടിത്തന്നൊരു തെരുവുണ്ടു. സുൽത്താനുൽ ഉലമ കാട്ടിത്തന്നോണ്ടുള്ള തെരുവുണ്ടു. പൊസോട്ട് തങ്ങൾ ഉസ്താദ് കാട്ടിത്തന്നൊരു തെരുവുണ്ടു. മഹാനായ സൈനുൽ മുഹദ്ദിഖീൻ ത്വാഹിറുൽ ലഹദൽ തങ്ങൾ ഉസ്താദ് പടിപാട്ടിത്തന്നൊരു തെരുവുണ്ടു. താജുൽ ഫഖഹാ ബേക്കല ഉസ്താദ് പടിപാട്ടിത്തന്നൊരു തെരുവുണ്ടു. ശറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് പോലെയുള്ള വലിയ ആലിമീങ്ങ കാട്ടിത്തന്നൊരു തെരുവുണ്ടു. ആലിമീങ്ങ കാട്ടിത്തന്നൊരു തെരുവ് അധ്വാനിച്ചിട്ട് പ്രവർത്തിക്കാം. അല്ലാഹു അതിക്ക് തൗഫീഖ് തരട്ടെ. ഇപ്പോ ഉള്ളത് സ്റ്റാർട്ടിങ്ങിലെ ചെന്നൈ ഉത്തര കർണാടകത്തെ വലിയ ഭാഗത്തിലേക്ക് ഞങ്ങളുടെ വലിയ ഭാഗ്യം കിട്ടിയ എത്ര ആലിമീങ്ങൾ നോക്കൂടെ, എത്ര ഉസ്താദുമാർ, ആലിമീങ്ങളുള്ള നിങ്ങളെ റായത്തുള്ളവും വന്ന ഉസ്താദുമാറും റായത്തുള്ള വലിയ ആലിമീങ്ങളായ ഉസ്താദുമാർ വലിയ ദർസിൽ പഠിച്ചു വന്ന അരേക്കള ഞങ്ങളെ അരേക്കള സാഹിദിന്റെ ചെല്ലെ പേര് ചിലപ്പോൾ നമുക്ക് മറന്നു പോകണം. തൗസീഫ് സാഹിദി നല്ല കിതാബ് തരുന്ന ആലിം, മുദർരിസ്,
അങ്ങനെ കുറെ ആലിമീങ്ങ ഞങ്ങളെ റായത്തുള്ളാർ. പക്ഷെ നിങ്ങൾ ഉത്തര കർണാടകത്ത് ഒരു ഗ്രാമത്തിക്ക് വന്ന് നോക്കൂ. ബಳ್ಳാരി, കൊപ്പള, റായച്ചൂർ പോലത്തെ വലിയ വലിയ സിറ്റികളിലെ പറഞ്ഞ വലിയ വലിയ പള്ളികളിലെ കാണൂ. യഥാർത്ഥത്തിൽ അവിടെ ഒരു ഗ്രാമത്തിക്ക് പറഞ്ഞു ഒരു 10-30 കിലോമീറ്റർ ഉൾഗത്തുള്ള ഒരു ഗ്രാമ 100 അക 150 അക 200 അക മുസ്ലിമീങ്ങളെ 100 അകമുണ്ട്. പക്ഷേ പള്ളിയില്ല, മദ്രസയില്ല, ഉസ്താദുമാരില്ല, എന്തും ഒന്നില്ല. മറിച്ചെങ്കിൽ ഗുലിയടക്കടെ മയ്യത്ത് പൂത്തരെ എത്രയോ ഗ്രാമത്തിൽ അങ്ങനെ 60-70 വയസ്സായിട്ട് ജീവിതത്തിൽ സുജൂദ് ചെയ്യാത്ത ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുള്ള ഒന്ന് കണ്ടല്ലോ. അങ്ങനെ മുണ്ടാസി കേട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ഹിദ്മത്ത് എടുക്കണോണ്ട് വിചാരിച്ചിട്ട് കടപ്പറ പോയത്. ഞങ്ങളെ കുറെ ഉസ്താദുമാർ അവിടെ അധ്വാനിച്ചോണ്ടുള്ള അൽഹംദുലില്ലാഹ് ഇത്രത്തോളം പള്ളി ഇല്ലാത്ത ഒരു 28 ഗ്രാമത്തിൽ ഞങ്ങൾ പുതിയ പള്ളി ഉണ്ടാക്കി കൊടുത്താ. ഈ തിങ്കൾ 23 ഗ്രാമത്തിൽ പുതിയ പള്ളി ഓപ്പണിംഗ് ഉണ്ട്. ആ റായത്ത് അങ്ങനെ റായത്ത് ഫസ്റ്റ് പള്ളി അത് ഇന്ന പള്ളി പൊളിച്ചിട്ടും കൊടുത്തിട്ടില്ല. അവിടെ 12 പൂണഞ്ചിലാക്കി പള്ളി ഉണ്ടാക്കി കൊടുത്തോണ്ടില്ല. ഞങ്ങൾ റായത്ത് ടോയ്ലറ്റ് കതറേണ്ടി അറബി ഉസ്താദ് റൂമും ടോയ്ലറ്റും പള്ളിയും എല്ലാം അതിലെ ഒരു 60 ഗ്രാമത്തിൽ മദ്രസ ഉണ്ടാക്കിയ ഇത്രത്തോളം മദ്രസ ഇല്ലാത്ത ഗ്രാമത്തിൽ 3000 പണ്ട് മക്ക ജീവിതത്തിൽ ഫസ്റ്റ് മദ്രസ വന്നുകൊണ്ടുള്ള വേറെ വേറെ പക്കത്തൊരു 7 പക്കത്ത് ക്യാമ്പസ് ഉണ്ടാക്കിയ ഗംഗാവതിയും ഗുൽബർഗവും ബെളഗാമും റായച്ചൂർ പോലത്തെ പക്കത്തിലല്ല മക്കൾക്ക് പഠിപ്പാട്ട് തുടങ്ങിയ 400 മക്ക ആലിമായോണ്ടും ഹാഫിളായോണ്ടുള്ള ഈ ഭാഗത്ത് പോയ 60 ഉസ്താദുമാർ ജാവും പോളും അധ്വാനിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ചൊല്ലുള്ളത് എപ്പോഴും ഇത് റബ്ബിനടുത്ത് ഞങ്ങളെ കൊണ്ടെന്ത് സാധ്യമില്ല. നിങ്ങൾ റായത്തുള്ള 2 ഉസ്താദിക്ക് ശമ്പളം കൊടുക്കുക എത്ര കഷ്ടമുണ്ടെങ്കിൽ പക്ഷെ ഞങ്ങൾ 3 ഉസ്താദുമാർ കൂടിയിട്ട് 60 ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കണം. 400 മക്കൾക്ക് സുബൈകും മുച്ചുകും ജാവുകും ചോറ് കൊടുക്കണം, ഡെയിലി കൊടുക്കണം. ഒരു തിങ്ങൾക്ക് പോണെന്നുള്ള കുറിപ്പ് ബൈക്കണോ. ഇത് റബ്ബിങ്ങനെ നടത്തിക്കൊണ്ട് പോണ്ടേ. ആ മക്ക എപ്പോഴും ജാവുക ഇങ്ങനെ ബദരിയത്ത് ഓതറ യാറത്തെ മക്കം ബദരിയത്ത് ഹിഫ്ളാക്കിയ ആ ബദരി ഇങ്ങനെ നടത്തിക്കൊണ്ട് പോണ്ടതല്ല. ഞാൻ ചെന്നത് ഫ്രീ എന്നപ്പ എപ്പെങ്കിലും ഒരു ബസ് പത്തിട്ട് അവർ വന്ന് നോക്കണം. ഞാൻ ഉഗാണ്ടത്തെ സ്റ്റോറി അല്ല ചെല്ലേ മുട്ടത്തെ ഒരു 4-5 ഡിസ്ട്രിക്ട് അപ്പുറം പോയപ്പോ കാണുന്ന ഒരു അവസ്ഥ ഒരു ഗ്രാമത്തിൽ അല്ലാഹു തആല നമുക്ക് തന്ന നിഅമത്ത് നിങ്ങൾ പഠിക്കണമെങ്കിൽ റബ്ബ് നമുക്ക് തന്ന നിഅമത്ത് നമുക്ക് തന്ന നമുക്ക് തന്ന സൗലഭ്യ നമുക്ക് തന്ന സൗകര്യ അല്ലാഹു തന്ന അനുഗ്രഹം പഠിക്കണം. ഒരു 2 ഗ്രാമത്തിൽ പോയിട്ട് പറഞ്ഞു ഈമാനുള്ള മനുഷ്യ കന്നഡ തന്നിലിക്കാണ്ട ഗ്രാമത്തെ പുറത്ത് ബറാലെ അത്രയും ശോചനീയ. അവിടെ എല്ലാം വലിയ ഖിദ്മത്ത് എടുത്തിട്ട് കുറെ ആലിമീങ്ങളെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ റായത്ത് പോലത്തെ ഒരു ഞങ്ങളെ റായത്ത് പോലത്തെ ഒരു സന്തോലത്തെ റായ അവിടെ ഉണ്ടാക്കിയിട്ട് മരിക്കണോ. ഈ ആ ഭാഗത്തെ മനുഷ്യന്മാരല്ല ആലിമീങ്ങവിടതും ഹാഫിളീങ്ങവിടതും കണ്ടാസ്വദിക്കണോ. അകല്ല നിസ്കരിക്കരുത് പള്ളിനോടി നിസ്കരിക്കട പാലക്കാരെല്ലാം കാണണോ. ആൽമാർ വലിയ റാഹത്തോടെ ജീവിക്കണത് കണ്ട് മരിക്കണോ. അതുക്ക് അതുക്ക് പേനമായ ആഫിയത്തും ആരോഗ്യവും എല്ലാം നമുക്ക് നീ ഇട്ട് തരണു റഹ്മാനേ. വേറെ ഓരോ നിലക്കുമുള്ള ആഗ്രഹം കില്ല റഹ്മാനേ. നിന്റെ മുന്നോല് നക്ക് വെക്കുള്ളത് ഞങ്ങൾക്ക് വെക്കുള്ളത് ഒന്ന് മാത്രം. അവിടെയുള്ള പാവപ്പെട്ട് കുറെ മക്കളെ ആലിമീങ്ങളാക്കി എടുക്കണോ. അക്ഷരമറിയാത്ത 8 പൊട്ടും കൊന്തില്ലാത്ത കുടുംബത്തെ ബണ്ടങ്ങമത്തെ കുറെ മക്കളെ കുട്ടികൊണ്ട് മണ്ടാറ്. ഉമ്മയില്ലെങ്കിൽ അബ്ബയില്ല, അബ്ബയില്ലെങ്കിൽ ഉമ്മയില്ല. ഒന്ന് അബ്ബ കൂടിട്ടിക്കിട്, ഉമ്മ കൂടിട്ടിക്കിട്. ഉമ്മടേതേതേ ഒരു ധർമ്മ, അബ്ബടേതോ ഒരു ധർമ്മ. ഓരോരോ മക്കളെ സ്റ്റോറി കേൾക്കുമ്പോ
ഭയങ്കര ഭയാനക. ആ മക്ക ആലിമീങ്ങളായിട്ട് വരണം, ഹാഫിളീങ്ങളായിട്ട് വരണം. അങ്ങാ ഭാഗത്ത് അല്ലാഹുവിന്റെ ദീനിന് നല്ല ആവേശത്തോടെ ഖിദ്മത്തിലെടുക്കരുത്. ഈ ഞങ്ങളെ കണ്ണുകൊണ്ട് കാണണം. അതൊക്കെ വേണായിട്ട് അധ്വാനിക്കുക. ആഫിയത്ത് വേണു റഹ്മാനേ. അതൊക്കെ വേണമായതെല്ലാം നീ തന്ന് ആ വലിയ തൗഫീഖ് ഞങ്ങൾക്ക് തന്നിട്ട് അതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് മരിക്കണോ, ഖൽബ് ലംഘിട്ട് മരിക്കണോ. ഇതെല്ലാം കണ്ടിട്ട് മദീനത്തെ ദർബാർ ഞങ്ങളെ ഹബീബ് ഇഷ്ടപ്പെടണോ. ആ ഹബീബ് മരിക്കരട്ടെ പോലൊന്നും പറയണോ. എന്നിട്ട് സുഖിച്ചിട്ടൊന്ന് മരിക്കണോ. അതൊക്കെ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണോ റഹ്മാനേ. അതൊക്കെ സഹായിക്കണം, സഹകരിക്കണം. രാവും പോലും അധ്വാനിക്കണം ഞങ്ങളെ ഉസ്താദുമാർ. അതൊക്കെ പേനായിട്ട് ഞങ്ങളെ മഹബത്ത് വെക്കിടങ്ങനത്തെ കുറെ ആള് മായത്തിലും ഗൾഫിലുമുള്ള അല്ലാഹുവേ ഈ നല്ല പ്രൗഢിയുള്ള റായത്തുള്ള ഹിരിയങ്ങ ഉടനെ ഉസ്താദുമാർ ആണിങ്ങ പെണ്ണിങ്ങ മക്കങ്ങ ചെറിയങ്ങ ബലിയങ്ങ ഈ മജ്ലിസ് ഉണ്ടാക്കിയങ്ങ ഇതൊക്കെ ബന്ധങ്ങ കഷ്ടപ്പെട്ടങ്ങ അധ്വാനിച്ചങ്ങ എല്ലാവർക്കും വലിയ ഹൈറും ബറക്കത്തും ഇസ്സത്തും റാഹത്തും സന്തോഷവും മനസ്സമാധാനവും തന്നനുഗ്രഹിക്കണോ അല്ലാഹുവേ. ഞങ്ങളെ ഖൽബിനെ ശുദ്ധിയാക്കണം. യാറെ കൊറടി വന്നിട്ടുള്ളതെല്ലാം മാഫാക്കണം. നിന്റെ ദീനിക വേനായിട്ട് നിന്റെ തൃപ്തിയോടെ പ്രവർത്തിക്കണം അല്ലാഹ്. ഒരു അധികാരബോധവുമില്ലാണ്ട് ഒരു സ്വാർത്ഥതയുമില്ലാണ്ട് നീ തൃപ്തിപ്പെട്ടതുപോലെ നിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടതുപോലെ പ്രവർത്തിക്കണം. നമുക്ക് നീ തൗഫീഖ് തരണു റഹ്മാനേ. മരിക്കരൊട്ടെ മുൽക്കാമിലായ ഈമാന് വേണം. സന്തോഷത്തോടെ മരിക്കണം. നിനക്ക് തൗഫീഖ് തരണു റഹ്മാനേ. ഈ റായത്തുക്ക് ബർക്കത്ത് കൊടുക്കണോ റബ്ബേ. ഇസ്സത്ത് കൊടുക്കണോ റബ്ബേ. മക്കൾക്ക് ബുദ്ധിശക്തിയും ജ്ഞാനശക്തിയും കൊടുക്കണോ റഹ്മാനേ. ആണികൾക്കും പെണ്ണികൾക്കും ചെറിയക്കും വലിയക്കും ഹൈറ് കൊടുക്കണോ റഹ്മാനേ. മങ്ങിലാവ ഉള്ളങ്ങു നല്ല എണങ്ങളെ കൊടുക്കണോ റഹ്മാനേ. മങ്ങിലായങ്കു നല്ല ദാമ്പത്യ ജീവിതം കൊടുക്കണോ റഹ്മാനേ. നല്ല സമ്പത്ത് കൊടുക്കണോ റഹ്മാനേ. കട ഉള്ളകളെ കട തീർത്തു കൊടുക്കണോ റഹ്മാനേ. അകയില്ലാത്തങ്കു അകനെ ആക്കി കൊടുക്കണോ റഹ്മാനേ. എല്ലാവർക്കും ഹൈറും ഇസ്സത്തും കൊടുക്കണോ റഹ്മാനേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ കൊണ്ട് വസിയത്താക്കിയിട്ട് അസ്സലാമു അലൈക്കും.